മർഹബൻ, അസ്സാം വലൈക്കും. ഹലോ ഡിയേഴ്സ്, നിങ്ങൾ അറബിക് പെഡഗോജിയുടെ എല്ലാ ഏരിയകളും കവർ ചെയ്തിട്ട് ഇരിക്കുകയാണെന്നറിയാം. അതുപോലെ തന്നെ എക്സാം നമ്മളുടെ മുമ്പിൽ എത്തി നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇനി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്ത് PYQ അനാലിസിസ് ഒക്കെ ചെയ്തതാണ്. പക്ഷെ കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഏത് ലെവലാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. അതായത് നിങ്ങൾ ഇതുവരെ എല്ലാ ക്ലാസ്സുകളും പഠിച്ചു, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ലേണിംഗ് ഔട്ട്കം ആണെങ്കിൽ എന്താണ് ലേണിംഗ് ഔട്ട്കം, അതിൻ്റെ കണ്ടന്റ് നമ്മൾ പഠിച്ചു. എന്നിട്ട് അതിൻ്റെ ശേഷം ഇത്രയും വർഷം ലേണിംഗ് ഔട്ട്കംസിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത് പഠിച്ചു. അങ്ങനെ ഓരോ ഏരിയ, നളരിയാത്താണെങ്കിൽ അത്, സ്ട്രാറ്റജി ആണെങ്കിൽ അത്, ഓരോ ഏരിയൻ്റെ കണ്ടന്റ് പഠിക്കുന്നു. അതുപോലെ അതിൽ നിന്ന് ഇത്രയും കാലം വന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുന്നു. ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷം, അതായത് ഒക്ടോബർ 2022 ചോദിച്ചിട്ടുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും, പെഡഗോജിയിൽ ചോദിച്ച മുഴുവൻ ക്വസ്റ്റ്യൻസും ഒരൊറ്റ ക്ലാസ്സിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന നിങ്ങളുടെ ബെനഫിറ്റും നിങ്ങൾക്ക് വരുന്ന പ്രയാസങ്ങളും ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് ഒന്നാമത്തെ പ്രയാസം എന്ന് പറഞ്ഞാൽ 30 ക്വസ്റ്റ്യൻസ് വരാണ്. ഇതുവരെ നമ്മൾ പഠിച്ച ലേണിംഗ് ഔട്ട്കം ആണെങ്കിൽ അതിൽ നിന്ന് വരുന്ന PYQ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പാണ് എന്താണ് ഇതിൻ്റെ ഉത്തരം എന്തായാലും നവാത്തിജ് താലുമിയാണ്, അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഈ 30 ക്വസ്റ്റ്യനും ചെയ്യുന്ന സമയത്ത് ഓരോ ക്വസ്റ്റ്യനും എവിടെ നിന്നാണ് വന്നത് നമുക്ക് കൺഫ്യൂസ്ഡ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്, നമുക്ക് കൂടുതൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിലേക്ക് ഇങ്ങനെ എന്താണ് ഓരോന്നിൻ്റെയും ആൻസർ നമുക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാനൊക്കെ കൂടുതൽ പ്രയോജനം ഈ ഒരു രൂപത്തിൽ ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിൽ പ്രാക്ടീസ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ഞാൻ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ ഇത് കാണുന്ന സമയത്ത് വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് സ്വന്തമായിട്ട് അതിൻ്റെ ആശയം മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതിൻ്റെ ഓപ്ഷൻസ് നോക്കുക. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ ആൻസറിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിനുശേഷം വീഡിയോ പ്ലേ ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നതും നിങ്ങൾ മനസ്സിലാക്കിയതും കറക്റ്റ് ആണോ, ഒരേ രീതിയിലാണോ എന്നൊരു സെൽഫ് ഇവാലുവേഷനും കൂടെ ചെയ്തിട്ട് വേണം ഈ ക്ലാസ് കാണേണ്ടത്. അതല്ലാതെ ഡയറക്റ്റ് ഈ ക്ലാസ്സിൽ പറയുന്ന ക്വസ്റ്റ്യനും ആൻസറും മാത്രം പഠിച്ചു പോയാൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് പൂർണ്ണമായിട്ടും കിട്ടൂല. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പെട്ടെന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു മീഡിയം ലെവലിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ്. വലിയ ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇഖ്തർ അത്തസ്രീഹ അസ്വഹീഹ മിനൽ ആത്തിയ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് താഴെ തന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാൻ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ്, ശരിയായ പ്രസ്താവനയാണോ തെറ്റായ പ്രസ്താവനയാണോ തിരഞ്ഞെടുക്കാൻ പറഞ്ഞത് എപ്പോഴും ശ്രദ്ധിക്കണം, അത് വിട്ടുപോകരുത്. കാരണം ഒരുപാട് ആളുകളുടെ ക്വസ്റ്റ്യൻസിൽ പ്രശ്നം ഉണ്ടാകുന്ന ഒന്നാണ് ഈ ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. യതഅല്ലമു തിഫ്ൽ അസ്സഗീർ മുൻദു ലഹ്ളത്തി വിലാദത്തിഹി, എന്താണ് ഒരു ചെറിയ കുട്ടി, ആ കുട്ടി മുൻദു ലഹ്ളത്തി വിലാദത്തിഹി, ആ കുട്ടി ജനിക്കുന്ന സമയം മുതൽ ആ കുട്ടി എന്താണ് കാര്യങ്ങൾ യതഅല്ലം പഠിക്കാൻ തുടങ്ങുകയാണ്. രണ്ടാമത്തെ പ്രസ്താവന എന്താണ്, തഅല്ലമു ലുഅത്ത സാനിയ, ലുഅത്ത സാനിയ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലാംഗ്വേജ്. സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത് ഖദ് യജാലുഹു ത്വാലിബ് അക്സറു സഫീഹൻ, സെക്കൻഡ് ലാംഗ്വേജ് പഠിപ്പിക്കുന്നത് കുട്ടിയെ കൂടുതൽ സഫീഹാക്കും. എന്താ സഫീഹ് എന്ന് പറഞ്ഞാൽ വിഡ്ഢിയാക്കും. ഓക്കെ, ഒരു സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ കൂടുതൽ വിഡ്ഢിയാവാണോ ചെയ്യുന്നത്? അത് എന്താണ്, കുട്ടി കൂടുതൽ അറിവുകളും കൂടുതൽ എന്താണ് ആ ഒരു ലാംഗ്വേജിലെ കാര്യങ്ങളും പഠിച്ചെടുക്കല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് തെറ്റാണെന്ന് പറയാം. അടുത്തത് ഇക്തിസാബുൽ ലുഅ, ലാംഗ്വേജ് അക്വസിഷൻ എന്ന് പറഞ്ഞാൽ ലാ യതഹഖഖ് അൻ ത്വരീഖി അൽ ബിയത്തിൽ ഇജ്തിമാഇയ, നമ്മുടെ ഒരു സോഷ്യൽ എൻവയോൺമെന്റിൽ നിന്ന് എന്താകുന്നില്ല, ലാംഗ്വേജ് അക്വസിഷൻ പൂർത്തിയാകുന്നില്ല, അതെങ്കിൽ ആ ഒരു ലാംഗ്വേജ് അക്വസിഷൻ നടക്കുന്നില്ല എന്ന് പറയുന്നു. അത് ശരിയാണോ? ലാംഗ്വേജ് അക്വസിഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ചുറ്റുപാടിൽ നിന്നുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ വഴി നമ്മൾ എന്താണ് ഒരുപാട് ലാംഗ്വേജ് പഠിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞത് ശരിയല്ലല്ലോ, തെറ്റല്ലേ, നമ്മൾ പഠിച്ചതാണ് ആ കാര്യങ്ങളൊക്കെ. പിന്നെ പറയുന്നു കുല്ല തസ്രീഹാത്ത് സ്വഹീഹ, എല്ലാ പ്രസ്താവനകളും ശരിയാണെന്ന് പറയുന്നു. അപ്പോൾ ഓൾറെഡി 2 പ്രസ്താവനകൾ ഇവിടെ തെറ്റാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷനും തെറ്റാണ്. അപ്പോൾ ആൻസർ എന്താ വരുന്നത്, തഅല്ലമു തിഫ്ൽ സഗീർ മുൻദു ലഹ്ളത്തി വിലാദത്തി, ഒരു ചെറിയ കുട്ടി ആ കുട്ടിയുടെ ജനനം മുതൽ കാര്യങ്ങൾ പഠിക്കുകയാണ് അല്ലേ. നമ്മുടെ യൂണിവേഴ്സൽ ഗ്രാമർ തിയറി ഒക്കെ കൂടുതൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിൻ ഇലാജി അസ്സഉബാത്തു തഅല്ലുമിയ, ലേണിംഗ് ഡിഫിക്കൽട്ടീസുകൾ
ഓക്കെ, ലേണിംഗ് ഡിഫിക്കൽട്ടീസുകളെ ചികിത്സിക്കുന്നതിൽ പെട്ടത് ഏതാണ്? ഓപ്ഷൻ അൽ ഒഖബ ഫി ദാഖിലിൽ ഫസൽ, ക്ലാസിന്റെ ഉള്ളിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ശിക്ഷ പണിഷ്മെന്റുകൾ കൊടുക്കാം. ബി ഇജ്തിമാഉൽ ആബ, പാരൻസിന്റെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കുക, എന്നിട്ട് കുട്ടിയുടെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഇന്നതാണ് എന്ന് പറയുക. ഓപ്ഷൻ സി അത്താവുൻ ബൈനൽ മദ്രസ വൽ ആയില, സ്കൂളും കുടുംബവും തമ്മിൽ നല്ലൊരു പരസ്പര സഹകരണം ഉണ്ടാവുക. ജമിഅ മാ ദുക്കിർ, മുകളിൽ പറഞ്ഞതെല്ലാം. അപ്പോൾ ഏതാണ് അത് അവിടെ കണക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഏറ്റവും ശരി, എല്ലാം ശരിയാണ്. അതായത് കുട്ടികളുടെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് നമുക്ക് ചികിത്സിക്കണമെങ്കിൽ അവരുടെ പാരൻസിനെ വിളിച്ചു വരുത്താം, എന്നിട്ട് നമുക്ക് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. അതൊക്കെ അത് ശരിയാണ്. പക്ഷേ പിന്നെ ഇവിടെ എന്താണ്, ക്ലാസ്സിന്റെ ഉള്ളിൽ വെച്ചിട്ട് അവരെ പണിഷ് ചെയ്യാൻ പാടില്ല, ഒരിക്കലും കുട്ടിയെ ഇഖാബ് ചെയ്യാൻ പാടില്ല. അത് തെറ്റാണ്. നമ്മുടെ മെത്തഡോളജിയിൽ നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മുകളിൽ പറഞ്ഞതെല്ലാം എന്താവില്ല, ശരിയല്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ഓപ്ഷനാണ്, അതായത് ഏറ്റവും ശരിയായ ആൻസർ. നമുക്കറിയാം പാരൻസിനെ മീറ്റിംഗ് വിളിച്ചു ചേർത്ത് കഴിഞ്ഞാൽ സംഗതി ഓക്കെ ആണ്. പക്ഷെ എന്താണ്, എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അറബിക് പെഡഗോജിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഏറ്റവും ശരിയായ ആൻസേഴ്സ് തിരഞ്ഞെടുക്കുക എന്നായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഏറ്റവും ശരിയായ ആൻസർ എന്ന് പറയുന്നത് സ്കൂളും അതുപോലെ തന്നെ കുടുംബവും തമ്മിൽ നല്ലൊരു പരസ്പര സഹകരണം ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. എന്നാൽ മാത്രമേ കുട്ടിക്ക് എന്താവുള്ളൂ, അവന്റെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഓവർകം ചെയ്തിട്ട് വരാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലൈസത്ത് മിൻ ഖുതുവാത്തി ഇഅദാദുൽ ഇഖ്തിബാർ, ഒരു ടെസ്റ്റ് പ്രിപ്പറേഷന്റെ സ്റ്റെപ്പുകളിൽ പെട്ടതല്ല. അതായത് നമ്മൾ കുട്ടികൾക്ക് പരീക്ഷകൾ ചെറിയ ഒരു പാഠം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തൊക്കെ കുട്ടിക്ക് കിട്ടി എന്നുള്ളത് നോക്കാൻ വേണ്ടി നമ്മൾ ചെറിയ ക്ലാസ് ടെസ്റ്റുകളോ ആ രീതിയിൽ എക്സാംസ് നടത്തും. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ തഹദീദുൽ ഹദഫ്, അതായത് ഒബ്ജക്റ്റീവ്സ് നിർണ്ണയിക്കുക, ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക. ഓപ്ഷൻ ബി തസ്മീമുൽ ഇഖ്തിബാർ, ആ ഒരു ടെസ്റ്റ് ഡിസൈൻ ചെയ്യുക. ഓപ്ഷൻ സി തുബാഅത്തുൽ അസ്ഇല, ആ ഒരു ക്വസ്റ്റ്യൻസ് പ്രിന്റ് ചെയ്യുക. ഓപ്ഷൻ ഡി തൻഫീദുൽ ഇഖ്തിബാർ, ആ ഒരു ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതിലേതാണ്? ഇതിൽ എല്ലാം ശരിയാണ്, പക്ഷെ നമ്മൾ ഏറ്റവും ശരിയായതിലേക്ക് പോകേണ്ടി വരും. അപ്പം നമ്മളൊരു ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു പോപ്പപ്പ് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് ടെസ്റ്റ്, ഒരു മോക്ക് ടെസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് നോക്കണം? തഹദീദുൽ ഹദഫ്, അതായത് അതിൻ്റെ ഗോൾ, ഒബ്ജക്റ്റീവ് നോക്കണം. അതായത് ഇത് കേട്ടറ്റ് പഠിക്കുന്ന കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ കേട്ടറ്റിൽ നിരന്തരമായിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതൊക്കെ ഏരിയ എന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അതിനനുസരിച്ചിട്ട് ആ ഒരു ലെവലിലേക്ക് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവർക്ക് പഠിക്കാനുള്ള, അതായത് നെറ്റിനോ സെറ്റിനോ പഠിക്കാനുള്ള ഏരിയ കേട്ടറ്റുകാർക്ക് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ കേട്ടറ്റുകാർക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് അവർക്ക് അത് ക്വാളിഫൈ ചെയ്യാനുള്ള ലക്ഷ്യത്തിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ക്വസ്റ്റ്യൻസ് ഇടേണ്ടത്. ദെൻ തസ്മീമുൽ ഇഖ്തിബാർ, ആ ഒരു ടെസ്റ്റ് എന്ത് ചെയ്യണം? ഡിസൈൻ ചെയ്യണം. അതായത് ഓരോ എക്സാം ഓരോ രീതി. അപ്പൊ കേട്ടറ്റ് ആണെങ്കിൽ നമുക്കറിയാം ഒബ്ജക്റ്റീവ്സ് ആണ്. ഇനി നമ്മളൊരു ക്ലാസ് ടെസ്റ്റ് ഒക്കെ നടത്തുകയാണെങ്കിൽ നമുക്ക് അതിൽ മുദക്കിർ എഴുതാൻ, എസ്സേ എഴുതാൻ, അങ്ങനെയുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു ടെസ്റ്റ് ഡിസൈൻ ചെയ്യുന്നതിൽ നിർബന്ധമായ സ്റ്റെപ്പാണ്. മറ്റൊന്ന് ക്വസ്റ്റ്യൻസ് പ്രിന്റ് ചെയ്യുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻസ് പ്രിന്റ് ചെയ്യുക എന്നുള്ളത് ഓക്കെ, അത് ശരിയാണ്. സ്കൂളിലേക്ക് വരുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ ക്വസ്റ്റ്യൻസ് പ്രിന്റ് ചെയ്യാം. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ പ്രിന്റ് ചെയ്താൽ മാത്രമാണ് ഒരു എക്സാം നടക്കുക. ബോർഡിൽ ക്വസ്റ്റ്യൻസ് എഴുതി കൊടുത്താൽ കുട്ടികൾ ക്ലാസ് ടെസ്റ്റിലൊക്കെ ബോർഡിൽ ക്വസ്റ്റ്യൻസ് എഴുതി കൊടുത്താൽ അവർ വർക്കൗട്ട് ചെയ്യും. ഇനി അതല്ലാതെ മൊബൈൽ ഫോണിലൂടെ അയച്ചു കൊടുത്താൽ വർക്കൗട്ട് ചെയ്യും. ഇങ്ങനെയുള്ള പല രീതിയുണ്ട്. അപ്പോൾ ഇത് അത്ര എന്താണ് ഒരു അനിവാര്യമായ സ്റ്റെപ്പല്ല നമുക്ക് പറയാം. അടുത്തത് തൻഫീദുൽ ഇഖ്തിബാർ, ആ ഒരു ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യണം, നമ്മൾ കൊടുക്കണം. അതായത് എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ഉണ്ടായിട്ട് ഞാനതിൻ്റെ കൈ പിടിച്ച് നിന്നാൽ അത് കുട്ടികൾക്ക് കാര്യമാവില്ല. അതവർക്ക് കൊടുക്കണം. ഏത് രീതിയിലാണോ, ബോർഡിൽ എഴുതിയിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഫോണിലൂടെ ആണെങ്കിൽ അങ്ങനെ നമ്മൾ കൊടുക്കണം. അപ്പോൾ അതും എന്താണ് അനിവാര്യമായിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ അതിൻ്റെ ഖുതുവാത്തിൽ സ്റ്റെപ്പിൽ പെടാത്തത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏറ്റവും ശരിയായിട്ടുള്ളത് ഏതാണ്? തുബാഅത്തുൽ അസ്ഇല എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഇത് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. നെക്സ്റ്റ്, ലൈസത്ത് മിൻ മഹാറത്ത് തഹദ്ദുസ്, നമ്മുടെ സ്പീക്കിംഗ് സ്കില്ലിൽ പെടാത്തത് ഏതാണ്? ഫസ്റ്റ് വൺ തഹ്സീനു അൽ ഖുവ്വത്തുൽ ലഫ്ളിയ, പദപ്രയോഗങ്ങൾ, പദമൊക്കെ നല്ലതായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ശക്തി, അല്ലെങ്കിൽ നല്ല രീതിയിൽ ലഫ്ലുകൾ ഉപയോഗിക്കാൻ പറ്റാം.
മറ്റൊന്ന് അദമു ഇഅ്തിബാറുൽ മുതഹദ്ദസ്, അതായത് സംസാരിക്കുന്ന ആളെ പരിഗണിക്കാതിരിക്കുക. മറ്റൊന്ന് ഇഅ്തിബാറു വഖ്തു തഹദ്ദുസ്, അതായത് സംസാരിക്കുന്ന സമയം പരിഗണിക്കുക. ഇസ്തിഖ്ദാമുൽ ലുഅത്തുൽ ഖാസ, പ്രത്യേകമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുക. ഇതിൽ ഏതാണ് തഹദ്ദുസിന്റെ, അതായത് സ്പീക്കിംഗ് സ്കില്ലിൽ പെടാത്തത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഏതാണ്? അതുമു യഅ്തിബാറുൽ മുതഹദ്ദിസ്, അതായത് സ്പീക്ക് ചെയ്യുന്ന ആളെ പരിഗണിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്കിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ കാണുന്ന സമയത്ത് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും, എന്താണ് ഈ സ്പീക്കിംഗ് സ്കില്ലിൽ പെടാത്തത് എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കണ്ട. പല സമയത്തും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, പെഡഗോജിയിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് അവർ വളഞ്ഞു തിരിഞ്ഞാണ് ചോദിക്കുക. ആ സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യനേ നോക്കണ്ട, ഓപ്ഷൻസിനെ മാത്രം നോക്കുക. എന്നിട്ട് അതിൽ 3 ഒരേ സ്വഭാവം, പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ ഒരേ രീതിയിലേക്കുള്ളതായിരിക്കും, ഒന്ന് മാത്രം വേറിട്ട് നിൽക്കാനായിരിക്കും. അത് കണ്ടെത്തിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? തഹ്സീനു ഖുവ്വത്തുൽ ലഫ്ളിയ, നമ്മുടെ ലഫ്ലുകൾ, അതായത് ഒരു കാര്യം സംസാരിക്കുമ്പോൾ കൃത്യമായി നല്ല രീതിയിൽ പദങ്ങൾ പെട്ടെന്ന് പറയാൻ കിട്ടണം. അതല്ലാതെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ അത് നമ്മൾ സംസാരിക്കുന്ന ആളുകൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട്, കേൾക്കുന്ന ആളുകൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് വരും. അപ്പോൾ തഹ്സീൻ ചെയ്യുക, അല്ലേ, നന്നാക്കുക എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെന്താണ്? അദമ് ഇഅ്തിബാർ. ഈ അദമ്, ഇല്ലായ്മ എന്ന് പറയുന്നത് തന്നെ ഒരു നെഗറ്റീവാണ്, നെഗറ്റീവ് ടേമാണ്. അപ്പൊ അദമു ഇഅ്തിബാറുൽ മുതഹദ്ദസ്, സംസാരിക്കുന്ന ആളെ പരിഗണിക്കാതിരിക്കുക. അതായത് ഇപ്പൊ ഞാനിവിടെ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളത് കേൾക്കാതെ നിങ്ങളുടെ ചുറ്റുള്ള കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ഈ പറയുന്ന കാര്യം നിങ്ങളുടെ മൈൻഡിലേക്ക് എത്തൂല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കൊരു ഗുണമില്ല, അത് പറഞ്ഞു തന്നതുകൊണ്ട് എനിക്കൊരു ഗുണമില്ലാതായി മാറും. അപ്പൊ അതെന്താണ്, ഒരു നെഗറ്റീവാണ്. നെക്സ്റ്റ് ഇഅ്തിബാർ വഖ്തു തഹദ്ദുസ്, സംസാരിക്കുന്ന സമയം പരിഗണിക്കുക. അതായത് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ അനാലിസിസ് എന്ന് മുഴുവൻ അങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ബോറടിക്കും. 24 hour ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ അത് ബോറടിക്കും. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആശയങ്ങൾ പെട്ടെന്ന് എത്തിച്ചു തരാം. ആ രീതിയിൽ സംസാരിക്കുന്ന സമയം, അതായത് പെട്ടെന്ന് പറഞ്ഞു പോയാലും നിങ്ങൾക്ക് പ്രയാസമാണ്, ഒരുപാട് വലിച്ചു നീട്ടിയാലും പ്രയാസമാണ്. പക്ഷെ ആ ഒരു കാര്യം കറക്റ്റായിട്ട് കൺവേ ചെയ്യാനുള്ള ആ ഒരു കൃത്യമായ സമയം എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആകും. അതാണ് വഖ്തു തഹദ്ദുസ്, സംസാരിക്കാനുള്ള സമയം എന്ത് ചെയ്യുക, അത് പരിഗണിക്കുക എന്നുള്ളത് ഒരു പോസിറ്റീവാണ്. നെക്സ്റ്റ് ഇസ്തിഖ്ദാമുൽ ലുഅത്തുൽ ഖാസ, പ്രത്യേകമായിട്ടുള്ള ഭാഷ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അക്കാഡമിക് തലങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഭാഷ എന്ത് ചെയ്യരുത്, ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പല ജില്ലക്കാരും ഇത് കാണുന്നവരാണ്. എല്ലാവർക്കും എന്താണ്, ഞാൻ ജീവിക്കുന്ന സ്ഥലത്തെ ഭാഷ എന്താണ്, എല്ലാവർക്കും അത് മനസ്സിലാവണം എന്നില്ല. അപ്പം നമ്മൾ എന്താണ്, പ്രത്യേകമായിട്ടുള്ള ഭാഷ, ഓരോ രീതി ഓരോന്നിനും, അതായത് ഇപ്പോൾ അറബി പഠിപ്പിക്കുകയാണെങ്കിൽ അറബിയിലുള്ള ആ ടേംസുകളെ പരിഗണിച്ചുകൊണ്ട് ഭാഷ പറഞ്ഞു കൊടുക്കുക. പിന്നെ നമ്മൾ കൊളോക്കിയൽ യൂസ് ചെയ്യാതെ അക്കാഡമിക് ആയിട്ടുള്ള ഫുസ്ഹ ആയിട്ടുള്ള ഭാഷ യൂസ് ചെയ്യുക. ഇതൊക്കെ എന്താണ്, തഹദ്ദുസിന്റെ ഭാഗമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ അദമു ഇഅ്തിബാറുൽ മുതഹദ്ദിസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മസിയത്തു തഅല്ലും അൻ ബുഅദ്. എന്താ തഅല്ലും അൻ ബുഅദ് എന്ന് പറഞ്ഞാൽ? ഡിസ്റ്റൻസ് ലേണിംഗ്. ഡിസ്റ്റൻസ് ലേണിങ്ങിനെയാണ് തഅല്ലും അൻ ബുഅദ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ പഠിക്കുന്നത് ഇപ്പോൾ ഡിസ്റ്റൻസ് ലേണിംഗ് ആണ്. അതായത് ഒരു ക്ലാസ് റൂം സ്ട്രക്ചറിൽ നിന്ന് മാറിയിട്ട് ടീച്ചർ ഏതോ ഭാഗത്ത്, സ്റ്റുഡൻറ് ഏതോ ഭാഗത്ത് ഒരു ഡിവൈസ് വഴി മാത്രം എന്താണ് കോണ്ടാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഡിസ്റ്റൻസ് ലേണിംഗ്, തഅല്ലും അൻ ബുഅദ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ പ്രത്യേകതയിൽ പെടുന്നത് ഏതാണെന്ന് ചോദിച്ചത്. മബ്ദഉ ഹുർരിയത്തു തഅല്ലും, എന്താണ്, പഠിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. സെക്കൻഡ് വൺ, അൽ ഇത്തിസ്വാൽ ദൂനൽ വസാഇത്തിൽ ഇലക്ട്രോണിയ, ഇലക്ട്രോണിക് മീഡിയാസുകൾ ഇല്ലാതെ കോണ്ടാക്ട് ചെയ്യുക. അതായത് ഇപ്പോൾ മൊബൈൽ ഫോണോ പോലെയുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളൊന്നും തന്നെ ഇല്ലാതെ ഡയറക്റ്റ് നമ്മളൊരു ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ കോണ്ടാക്ട് ചെയ്യുക. മുതഖാറിബ് ഫി സമാൻ വൽ മക്കാൻ, അതായത് കാലവും സമയവും ഒത്തുവരിക. അതായത് ടീച്ചർ എപ്പോഴാണോ ക്ലാസ് എടുക്കുന്നത് അതേ സമയത്ത് സ്റ്റുഡൻ്റ് അവിടെ അവൈലബിൾ ആയിട്ട് നിൽക്കണം, അല്ലെങ്കിൽ അവർക്ക് ക്ലാസ് മിസ്സായി പോകും. അൽ അവൽ വസാനി മാൻ, 1ഉം 2ഉം ഒരുമിച്ച്. ഇതിൽ ഏതാണ് ഡിസ്റ്റൻസ് ലേണിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? ഇതിൽ മബ്ദ ഹുരിയത്തു തഅല്ലും, ലേണിങ്ങിനുള്ള സ്വാതന്ത്ര്യം എന്നുള്ളത് മാത്രമാണ് ഡിസ്റ്റൻസ് ലേണിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം തന്നെ നമ്മുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഓഫ്ലൈൻ ലേണിങ്ങുമായി ബന്ധപ്പെട്ടാണ്. എന്താ മബ്ദ ഹുരിയത്തു തഅല്ലും? ലേണിങ്ങിനുള്ള ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും എവിടെ വെച്ചിട്ടും പഠിക്കാം. അതുപോലെ തന്നെ പിന്നെ നമുക്കിഷ്ടമുള്ള സമയത്ത്, കംഫർട്ടായ സമയത്ത് ഇരുന്ന് പഠിക്കാം എന്നുള്ളത് തന്നെ വലിയൊരു സ്വാതന്ത്ര്യമാണ്. ഏത് കോഴ്സും പഠിക്കുക എന്നുള്ളത് വലിയൊരു സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അതാണ് ഡിസ്റ്റൻസ് ലേണിങ്ങിൻ്റെ ഏറ്റവും ഒരു മീസത്ത് എന്ന് പറയുന്നത്.
അത് ഇലക്ട്രോണിക് മീഡിയാസ് അതിന് നിർബന്ധമാണ്. അതുപോലെ തന്നെ സമയവും കാലവും ഒത്തുവരേണ്ട യാതൊരു ആവശ്യമില്ല. ഏത് സമയത്തും എവിടെ വെച്ചിട്ടും ആർക്കും പഠിക്കാവുന്നതാണ്. അപ്പോൾ ഒന്നും രണ്ടും ശരി എന്ന് പറയുന്നതും തെറ്റാണ്. രണ്ടെന്താണ്? തെറ്റാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഓക്കെ, നെക്സ്റ്റ് ഇഖ്തർ അസ്സഹീഹ് അൻ മഹാറത്തി തൽഖിൽ അസ്ഇല, അതായത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ള ആ ഒരു സ്കില്ല്, അതുമായി ശരിയായ പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ തഅസീസ് അൽ ഇജാബാത്ത് സഹിഹ, അതായത് ഇപ്പോൾ അധ്യാപകന് എന്താണ്, നമ്മളിങ്ങനെ കുട്ടികളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. കാരണം അവർക്ക് എന്തൊക്കെ അറിയാം, എന്തൊക്കെ അറിയൂല എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ അവർ ഏതൊക്കെ വൈഡായിട്ട് ചിന്തിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്കില്ലാണ് കുട്ടികളോട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. ഓപ്ഷൻ എ തഅസീസ് അൽ ഇജാബാത്ത് സഹിഹ, അതായത് ശരിയായ ഉത്തരത്തെ നമുക്ക് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതായത് കുട്ടികളെ ഏകദേശം ഉത്തരത്തിന്റെ അടുത്തൊക്കെ എത്തുമ്പോൾ ആ പറയുന്നത് ശരിയാണ്, ആ പറഞ്ഞോളൂ, അതന്നെ, അതിനൊക്കെ ഒന്നും കൂടെ ശരിയാക്കി പറയും. ഇങ്ങനെ അവരെ എന്ത് ചെയ്യാൻ പറ്റും, അവരെ ശരിയായ ഉത്തരത്തിലേക്ക് മോട്ടിവേറ്റ് ചെയ്തിട്ട് എത്തിപ്പിക്കാൻ പറ്റും. നെക്സ്റ്റ് അസുഹരിയ മിൻ ഇജാബത്തി ത്വാലിബ്, അതായത് കുട്ടികൾ ഉത്തരം പറയുന്ന സമയത്ത് അവരെന്ത് ചെയ്യുക, സഹരിയ മീൻസ് പരിഹസിക്കുക, അവരെ പരിഹസിക്കുക. ഈ പറഞ്ഞ ഉത്തരം തെറ്റാണ്, നിനക്കൊന്നും അറിയില്ല, ഈ രീതിയിൽ പറയാം. യമുല്ലു തുല്ലാബ് അലൽ ഇജാബ, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉത്തരം പറയാൻ എന്ത് ചെയ്യാണ്, യമുൽ മടി വരിക, അതായത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ മടി വരിക. കുല്ലുൻ സഹിഹ്, എല്ലാം ശരിയാണ്. അപ്പോൾ നമുക്കറിയാം ഇത് രണ്ടും ഒരു നെഗറ്റീവാണ്, ഇത് പോസിറ്റീവാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട സ്കില്ലിൽ ഏറ്റവും ശരിയായിട്ടുള്ള ഒന്നാണ് അവരെ ശരിയായ ഉത്തരത്തിലേക്ക് എത്തിക്കാൻ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? അടുത്തത് അൽ കലിമൽ മുആദില അലി മുസ്തവ അൽ ഖുദ്റത്തുൽ ഹാലി എന്ന് പറയുന്നത്. മുസ്തവ അൽ ഖുദ്റത്തുൽ ഹാലി, ഇത് എവിടെ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്? ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും നിങ്ങളൊന്ന് ജസ്റ്റ് വീഡിയോ പോസ് ചെയ്തിട്ട് ഇത് എവിടെ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്, അത് ഐഡന്റിഫൈ ചെയ്യണത് തന്നെ നമ്മുടെ സക്സസിന്റെ ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇത് പെഡഗോജിയിലെ ഏത് പോർഷനിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്, ഇതിലെ ഓപ്ഷൻസ് എന്താണ്, ഇതിലെ കറക്റ്റ് ആൻസറിലേക്ക് എന്താണ്, ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഷുവറാണ് നിങ്ങൾക്ക് പെഡഗോജിയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, മുസ്തഫ അൽ ഖുദ്റത്തുൽ ഹാലി എന്ന് പറയുന്നത് അതുമായി നേരിട്ടിട്ടുള്ള പദം ഏതാണെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എവിടുന്ന് വന്നതാണ്? അന്നലറിയ അൽബനാഇയ അല്ലെ, ഒരുപാട് ലേണിംഗ് തിയറീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ കൺസ്ട്രക്റ്റിവിസം നമ്മൾ പഠിച്ചതാണ്. ആ കൺസ്ട്രക്റ്റിവിസത്തിൽ പറയുന്നുണ്ട് കുട്ടി നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നത് പ്രധാനമായിട്ടും 3 ലെവലാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഏറ്റവും ബേസിക് ലെവലാണ് കുട്ടിയുടെ അടുത്ത് ഓൾറെഡി ഉള്ള കറന്റ് എബിലിറ്റി ലെവൽ. പിന്നെ കുട്ടി എന്താണ്, കുറച്ച് അവിടെ നിന്നൊക്കെ വായിച്ച് കുട്ടി സ്വന്തമായിട്ട് കുട്ടിക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും പ്രധാനമായിട്ട് എപ്പോഴും ചോദിക്കുന്ന ലെവൽ ഏതാണ്? ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. അവിടെ നിന്നും പിന്നെ ടീച്ചേഴ്സിൻ്റെയും ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെ ഒക്കെ സഹായത്തോടെ ഏറ്റവും പൂർണ്ണമായ ഫുൾഫിൽമെന്റിലേക്ക് എത്താൻ പറ്റുന്ന ലെവൽ ഏതാണ്? പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ. അതിൻ്റെയൊക്കെ അറബി, അതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കാത്തവർ എന്തായാലും അവിടെ പോയിട്ട് നോക്കി പഠിക്കുക. നിരന്തരം ക്വസ്റ്റ്യനിൽ വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ച മുസ്തഫ അൽ ഖുദ്റത്തുൽ ഹാലി എന്ന് പറയുന്ന ആ ലെവലിൻ്റെ ഇംഗ്ലീഷ് ഏതാണ്? പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ, കറന്റ് എബിലിറ്റി ലെവൽ, കറന്റ് നോളജ് ലെവൽ, പൊട്ടൻഷ്യൽ നോളജ് ലെവൽ. ഏതാണ്? കറന്റ് എബിലിറ്റി ലെവൽ അല്ലേ? ഹാലി എന്ന് പറഞ്ഞാൽ കറന്റ്, ഖുദ്റ എബിലിറ്റി, മുസ്തവ ലെവൽ അല്ലേ? പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിന് നമ്മൾ എന്താ പറയല്ലേ? മുസ്തവ അൽ ഖുദ്റത്തുൽ കാമിൻ അല്ലേ? അതുപോലെ തന്നെ ഇത് രണ്ടും പിന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടതല്ല, ഒരു ലെവലും കൂടെ ഉണ്ട്. അതാണ് ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, മൻതഖത്തു തതവ്വുറുൽ ഖരീബ. അതിന്റെ വ്യത്യസ്ത പേരുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അടുത്ത മിൻ ഒയൂബി അൽ ഖിറാഅത്തു സ്വാമിത, സൈലന്റ് റീഡിങ്ങിന്റെ നെഗറ്റീവ്. എന്താണ് സൈലന്റ് റീഡിങ്? ശബ്ദം ഉണ്ടാക്കാതെ കുട്ടി മനസ്സിൽ വായിക്കാണ്. അതിന്റെ നെഗറ്റീവിൽ പെട്ടിട്ടുള്ളത് ഓപ്ഷൻ എ ഇക്തിഷാഫു അൽ ഒയൂബ് ബിൻ നുതഖ്. നുതഖ് യാനി പ്രൊണൗൺസിയേഷൻ. പ്രൊണൗൺസിയേഷനിൽ ഇക്തിഷാഫുൽ ഒയൂബ് ബിൻ നുതഖ്, പ്രൊണൗൺസിയേഷനിൽ വരുന്ന അപര്യാപ്തകളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. എന്തൊക്കെയാണ് കുട്ടിക്ക് ഓരോ അക്ഷരങ്ങൾ പ്രൊണൗൺസ് ചെയ്യുന്ന സമയത്തും അതുപോലെ ഇറാബൊക്കെ കറക്റ്റ് ആക്കാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
മനസ്സിലാക്കാൻ പറ്റും. അത് ഏത് റീഡിങ്ങിലാണ്? ലൗഡ് റീഡിങ്, ഖിറാഅ അൽ ജഹ്രിയ അല്ലെ, ഉറക്കെ വായിക്കുന്ന സമയത്താണ് കുട്ടിയുടെ പ്രൊണൗൺസിയേഷൻ കേൾക്കാൻ സാധിക്കുള്ളൂ, അതിലെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. നെക്സ്റ്റ്, അന്നുതഖ് ബിശക്ലിൻ സഹീഹ്, ശരിയായ രൂപത്തിൽ പ്രൊണൗൺസ് ചെയ്യാൻ പറ്റും. ഈ പ്രൊണൗൺസ് ചെയ്യുക, ശബ്ദം പുറത്തേക്ക് വരിക എന്നൊക്കെ പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടാണ്? ലൗഡ് റീഡിങ്ങുമായി ബന്ധപ്പെട്ടാണ്. അത് ഖിറാഅ അസ്വാമിത സൈലന്റ് റീഡിങ്ങുമായി ബന്ധപ്പെട്ടതല്ല. നെക്സ്റ്റ്, റഹ്ബത്തു തഹദ്ദുസ് അമാമ ജമാഅത്ത്, അതുപോലെ തന്നെ എന്താണ്? ഒരു ടീമിന്റെ മുമ്പിൽ സംസാരിക്കാൻ റഹ്ബ, റഹ്ബ യാനി പേടി അല്ലെ. ഇത് റഹ്ബ എന്നാണെങ്കിലോ, റഹ്ബ എന്ന് പറഞ്ഞാൽ ആഗ്രഹം. ഒരു ടീമിന്റെ മുന്നിൽ നമുക്ക് സംസാരിക്കാനുള്ള ഒന്നാണ്. റൈബ ഫി എന്ന് പറഞ്ഞാൽ ആഗ്രഹമാണ് അല്ലെ. റൈബ എന്ന് പറഞ്ഞാൽ അതിനോടുള്ള വിരക്തിയാണ്. റഹ്ബ എന്ന് പറഞ്ഞാൽ ഭയത്തിനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓരോന്നും കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ചെറിയ അക്ഷരങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്? കുഴപ്പിക്കും. അപ്പോൾ ഒരു ടീമിന്റെ മുമ്പിൽ സംസാരിക്കാൻ ഭയം വരാം. അതാർക്കാണ്? സൈലന്റ് റീഡിംഗ് ഉള്ളവർക്ക്. എന്താണ്? അവരിങ്ങനെ ശബ്ദം പുറത്തേക്കാക്കാതെ ഇങ്ങനെ വായിച്ച് ശീലിച്ചതുകൊണ്ട് തന്നെ അവർക്ക് സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടാതിരിക്കുക, കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യാതിരിക്കുക, പറ്റുക, അങ്ങനത്തെ കുറേ പ്രയാസങ്ങൾ വരുന്നതായിരിക്കും. അടുത്തത് ഹസ്നുൽ ഇൽഖാ അമാമ ജമാഅത്ത്, ഒരു ടീമിന്റെ മുമ്പിൽ നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ലൗഡ് റീഡിങ് സ്ഥിരമാക്കുന്ന ആളുകൾക്ക് കഴിയുന്ന ഒരു കഴിവാണ്. ഓക്കെ, ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്, അൽ കലിമ കൺസ്ട്രക്റ്റിവിസം മുഷ്തഖ മിനൽ അസൽ. കൺസ്ട്രക്റ്റിവിസം അതിന്റെ അറബി എന്താണ്? നളരിയ അൽ ബിനാഇയ അല്ലെ, കൺസ്ട്രക്റ്റിവിസം. ആ കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇംഗ്ലീഷ് ടേം അത് എവിടെ നിന്ന് വന്നതാണ്? അല്ലെങ്കിൽ ആ കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞ ടേം എവിടെ നിന്ന് വന്നതാണ്? ഫ്രാൻസിയ, അറബിയ, ഇൻജുലീസിയ, ലാറ്റിനിയ. ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് കൺസ്ട്രക്റ്റിവിസം വന്നത്. ഓക്കെ, ഇതേ രീതിയിൽ ഒരുപാട് ടേംസ് നമ്മൾ പെഡഗോജിയിൽ പഠിച്ചതാണ്. ഈ ടേംസ് ഒക്കെ എവിടുന്ന് വന്നതാന്ന് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു 99 ഇതൊന്നും ഒക്കെ റയർ ക്വസ്റ്റ്യൻ ആണ്, ഇതുവരെ ചോദിച്ച് കാണാത്ത ഒരു തരം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ ട്രിക്ക് പറഞ്ഞുതരാം. ഇങ്ങനെ ഏതെങ്കിലും പിന്നെ വേർഡുകൾ എവിടെ നിന്ന് വന്നതാണ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒരു 99% റെഡി ആവുന്നത് നമുക്കറിയാം. നമ്മളുടെ അധിക അറിവുകളും എവിടുന്നാണ്? ഗ്രീക്ക്, ലാറ്റിൻ ഒറിജിനിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുവിധം ഭാഷകൾ, വേർഡ്സുകൾ കംപ്ലീറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഈ ലാറ്റിൻ ഭാഷകളിൽ നിന്നും ഗ്രീക്ക് ഭാഷകളിൽ നിന്നൊക്കെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? പിന്നെ കൂടുതൽ ചാൻസ് അതിനാണ്. ഇംഗ്ലീഷ്, അറബി, ഫ്രാൻസ് ഒക്കെ പിന്നെ അതിൻ്റെ ശേഷം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഭാഷകളാണ്. അപ്പോൾ അവരൊക്കെ അറിവുകൾ എടുക്കുന്നത് ഈ ഒരു പഴയ ഗ്രീക്ക്, ലാറ്റിൻ ഒറിജിനുകളിൽ നിന്നാണ്. അപ്പോൾ കൂടുതൽ വേർഡ്സുകളും ഒറിജിനേറ്റ് ചെയ്യുന്നത് ആ ഒരു ഏരിയയിൽ നിന്നാണ്. അപ്പം അത് ജസ്റ്റ് ഒരു ഹിൻ്റായിട്ട് മനസ്സിൽ സൂക്ഷിക്കുക. ഓക്കെ, മറ്റൊന്ന് ഇഖ്തർ മാല യുവാഫിഖ്, യോജിക്കാത്ത ഒരു സംഗതിയാണ് ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നളരിയ അൽ ഖവായിദ് അൽ ആലമിയ, ഏതാണ്? UGT അല്ലെ, യൂണിവേഴ്സൽ ഗ്രാമർ തിയറിയുമായിട്ട് ബന്ധപ്പെടാത്തത്, യോജിക്കാത്തത് ഏതാണ്? ഓപ്ഷൻ എ, അൽ ലുഅ തൂലദു മാ വിലാദത്തിൽ ഇൻസാൻ, അതായത് ഒരു ഭാഷ മനുഷ്യന്റെ ജനനം മുതൽ ജനിക്കുന്നുണ്ട്. നമുക്കറിയാം യൂണിവേഴ്സൽ ഗ്രാമർ തിയറി പറയുന്നത് ഭാഷ എന്ന് പറയുന്നത് എന്താണ്? പിന്നെ പ്രകൃതിപരമായിട്ട് ഫിത്തരി ആയിട്ട് അല്ലെ, നാച്ചുറലി ആയിട്ട് ഒരാളുടെ ജനനം മുതലേ അയാൾക്ക് ഭാഷ സംസാരിക്കാനുള്ള കഴിവ് വരുന്നുണ്ട്. പിന്നെ അയാൾ ചുറ്റുപാടിൽ നിന്ന് അക്വിസിഷൻ നടത്തി അത് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് എന്നുള്ളതാണ് യൂണിവേഴ്സൽ ഗ്രാമർ തിയറി മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ വക്താവാരാണ്? നോം ചോംസ്കി. എപ്പോഴും ക്വസ്റ്റ്യനിൽ വരുന്ന ആളാണ്, മറന്നു പോരുത്. അപ്പോൾ അതുമായി ബന്ധപ്പെടാത്തതാണ് ഇവിടെ ചോദിച്ചത്. അപ്പോൾ ഒരു മനുഷ്യന്റെ ജനനം മുതൽ ഭാഷ എന്ത് ചെയ്യുന്നുണ്ട്? ജനിക്കുന്നുണ്ട്. അടുത്തത് തെക്കവൂന ലുഅ മുഹദ്ദിദ, ഭാഷ എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആണ്. അത് ആ ഒരു കുറച്ച് കാര്യങ്ങളെ ഒരു ഭാഷ എന്ന് പറഞ്ഞാലുള്ളൂ, അതിന് പുറത്തേക്ക് ഒന്നുമില്ല. നെക്സ്റ്റ് അല്ലുഅ അൽ ഫിത്രിയ വാലമിയ, ഭാഷ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആണ്, അതുപോലെ തന്നെ ആലമിയ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒന്നാണ്. യഷ്തരിക്കു കുല്ലൽ ബഷർ ബി ഇംതിലാഖി ഖവായിദുൻ ലുഅവിയ, എല്ലാ മനുഷ്യരും അവർക്ക് എന്താണ്? ലാംഗ്വേജ് തിയറി, ആ ഒരു ലാംഗ്വേജിന്റെ ആ ഒരു സ്കില്ല് എല്ലാ മനുഷ്യരിലും ഉണ്ട്. അതായത് ഓരോ മനുഷ്യനും ലാംഗ്വേജ് സംസാരിക്കാനുള്ള ആ ഒരു സ്കില്ല് എല്ലാ മനുഷ്യരിലും ഉണ്ട്. അപ്പം ഇതിലേതാണ് നളരിയ ഖവായിദ് മുന്നോട്ട് വെക്കുന്നതിൽ യോജിക്കാത്തത്? നമുക്കറിയാം മുഹദ്ദദ എന്ന് പറയുന്നത് തന്നെ ഒരു നെഗറ്റീവ് ടേം ആണ്. അതായത് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ലിമിറ്റഡ് അല്ല, അതെന്താണ്? അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഓക്കെ,
നെക്സ്റ്റ് അൽ മുനാലറ. വാട്ട് ഈസ് മുനാലറ? ഡിബേറ്റ്. ഡിബേറ്റിനാണ് മുനാലറ എന്ന് പറയുന്നത്. അത് മീൻ ഡിബേറ്റ്, സംവാദങ്ങൾ നടത്തുക എന്ന് പറയുന്നത്. ഇസ്തിമാ ലിസണിങ് ആണോ, ഹിവാർ കോൺവെർസേഷൻ ആണോ, കിതാബ എഴുത്താണോ, ഖിറാ വായനയാണോ? നമുക്കറിയാം ഹിവാർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പീക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പറയുന്നു, അവർ തിരിച്ചിങ്ങോട്ട് പറയുന്നു, ഇങ്ങനെയുള്ള ഒരു കോൺവെർസേഷൻ ടൈപ്പാണ് മുനാലറ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഇഖ്തർ അത്തസ്രീഹുൽ ഖാത്തി, തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അൻ ഖസായിസി അൽ മൻഹജു ദിറാസി, നമ്മുടെ സിലബസ് അല്ലെങ്കിൽ കരിക്കുലമായിട്ട് അതിൻ്റെ പ്രത്യേകതയുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ അൽ മൗലുആത്ത് വാളിഹ ലിത്തുല്ലാബ്, കുട്ടികൾക്ക് വിഷയങ്ങൾ വ്യക്തമാവുക. ഇത് അതിൻ്റെ ഒരു തെറ്റായിട്ടുള്ള കാര്യമാണോ? അതായത് ഇപ്പോൾ നിങ്ങൾ പെഡഗോജി പഠിക്കാൻ വരുന്ന ഒരു കുട്ടിക്ക് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് പെഡഗോജി ഇത്രയും ഏരിയകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ഏരിയകളൊന്നും പഠിക്കാനില്ല. ഇങ്ങനെ കുട്ടികൾക്ക് സിലബസ് കറക്റ്റായിട്ട് ആകുമ്പോൾ അവർക്കൊരു ധാരണ ഉണ്ടാവും എന്തൊക്കെ പഠിക്കാനുണ്ട്, എന്തൊക്കെ പഠിക്കാനില്ല. അപ്പോൾ എന്താണ് സിലബസുമായി അതെന്താണ് ഒരു പോസിറ്റീവാണ്. ദെൻ അസുഹൂല ലിൽ ഖാബിലിയ, നമുക്ക് മാനദണ്ഡങ്ങൾ മെഷർ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. കുട്ടി എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ പഠിച്ചില്ല, ഏതൊക്കെ ഏരിയകൾ കുട്ടിക്കറിയാം. ഇങ്ങനെ പല ടെസ്റ്റുകളൊക്കെ നടത്തിയാൽ കൃത്യമായിട്ട് സിലബസിൻ്റെ ഓരോ ഏരിയ ഇങ്ങനെ നമ്മൾ എടുത്തു നോക്കിയാൽ കുട്ടിക്ക് എന്തൊക്കെ കിട്ടി എന്നുള്ളത് മെഷർ ചെയ്യാൻ എളുപ്പമാണ്. അതൊരു പോസിറ്റീവ് ടേമാണല്ലോ. നെക്സ്റ്റ് റബത്തുൽ കിതാബ വൽ ഖിറാ, അതുപോലെ തന്നെ എഴുതുന്നതിനെയും വായിക്കുന്നതിനെയും കണക്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ കുട്ടിക്ക് എന്താണ് ഒരുപാട് നോട്ട്സ് ഒക്കെ കൊടുത്തു, അതും പിന്നെന്താണ് കുട്ടി വായിക്കുന്നതും അല്ലെങ്കിൽ കുട്ടിക്ക് എന്താണ് വായിക്കാനുള്ള ഏരിയകളും അതുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇന്ന ഏരിയകൾ വായിക്കണം, അതുമായി ബന്ധപ്പെട്ട ഇന്ന വർക്കുകൾ ചെയ്യണം. അതാവുമ്പോൾ എന്താണ് സിലബസ് എന്ന് പറഞ്ഞ ഒരു സംഗതി അവിടെ ഉണ്ടാകുമ്പോൾ കുട്ടിക്ക് ക്ലിയർ ആണ്, ഞാൻ ഏത് ഏരിയ വായിക്കണം, ഏത് ഏരിയ എഴുതണം, അതുമായി ബന്ധപ്പെട്ടിട്ട് എഴുതണം എന്ന്. മറ്റേ ആ കുട്ടീനോട് വന്നിട്ട് ഏതെങ്കിലും ഒരു മുദക്കിറ എഴുതാൻ പറയുമ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇന്നൊരു ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിൽ എന്ന് പറയുമ്പോൾ കുട്ടിക്ക് എന്താണ് നല്ലൊരു കംപ്ലീറ്റ് ഒരു എസ്സേ ഒക്കെ എഴുതുന്നത് സിമ്പിളാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അതൊക്കെ ഒരു സിലബസ് ഉണ്ടായുള്ള ഗുണമാണ്. അടുത്തത് അത്താഖീദുൽ മാനവി, ആശയപരമായിട്ട് കെട്ടിക്കൊടുക്കുണ്ടാക്കുക. നമുക്കറിയാം അതൊരു നെഗറ്റീവാണ്. അപ്പോൾ അത് സിലബസുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവനയാണ്. സിലബസ് കറക്റ്റായിട്ട് അറിയുകയാണെങ്കിൽ നമുക്ക് ഓരോ വിഷയവും കുട്ടിക്ക് വ്യക്തമായിരിക്കും. അതുപോലെ തന്നെ മെഷർ ചെയ്യാനും അതുപോലെ എന്താണ് കുട്ടിക്ക് വായിക്കുന്നതും എഴുതുന്നതൊക്കെ തമ്മിലൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നതും ഒക്കെ എന്താണ് കറക്റ്റായിട്ട് ആ സിലബസ് മനസ്സിലാകുന്ന സമയത്താണ്. ഓക്കെ, നെക്സ്റ്റ് റായിദു ഖവായിദുൽ ലുഗത്തുൽ ആലമിയ്യ, യൂണിവേഴ്സൽ ഗ്രാമർ തിയറിയുടെ വക്താവ് ആരാണ് എന്നാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് നോം ചോംസ്കി. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ആളാണ്, എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ ഇതിൽ ബാക്കി ഹവാർഡ് ഗാർഡനർ ഇതിലാണ് വരുന്നത്, അദ്ദക്കാ ഉൽ മുതഅദ്ദിദ അല്ലെ, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയുടെ വക്താവാണ് ഹവാർഡ് ഗാർഡനർ. അതുപോലെ പിയാഷെ, ബ്രൂണർ, സെഷ്മാൻ ഇവരൊക്കെ ഇതിലാണ് വരുന്നത്, നെലറിയൽ മഅറഫിയയിലാണ്. അവരൊക്കെ കോഗ്നിറ്റീവ് തിയറിയിലാണ് അവരെല്ലാവരും വരുന്നത്. അപ്പോൾ ആ ഒരു ടാബിള് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. നമ്മൾ ക്ലാസ്സിൽ മുമ്പ് തന്നതാണ്, അത് വിട്ടുപോരുത്. എല്ലാ പ്രാവശ്യവും വരുന്ന ഒരു ഏരിയ ആണത്. നെക്സ്റ്റ് മിമ്മ ലാ യുലായിം ബിഖുത്വാത്തി താലീം അൽ ഇലാജി, റെമഡിയൽ ടീച്ചിങ്ങിൻ്റെ സ്റ്റെപ്പിനോട് യോജിക്കാത്തത്. നമുക്കറിയാം റെമഡിയൽ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആദ്യം ചെയ്യും അല്ലേ. അതായത് കുട്ടിക്ക് എന്തൊക്കെ അറിയാം, എന്തൊക്കെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറേ ടെസ്റ്റുകളൊക്കെ നമ്മൾ അവരെ ചെയ്യും. എന്നിട്ട് എന്തൊക്കെ ഡിഫിക്കൽട്ടി ഉണ്ട് ആ കുട്ടിക്ക്, ഇപ്പോൾ വായിക്കാൻ പ്രയാസമുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്, ഇങ്ങനെയുള്ള പല, അല്ലെങ്കിൽ അറ്റൻഷന് ശ്രദ്ധിക്കാൻ പ്രയാസമുണ്ട്, ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക് ഓരോ പ്രയാസങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനുള്ള പരിഹാര മാർഗങ്ങൾ ടീച്ചിങ് ആയിട്ട് നമ്മൾ കൊടുക്കും. അപ്പോൾ അതാണ് റെമഡിയൽ ടീച്ചിങ്. അതുമായി ബന്ധപ്പെടാത്തത് മുവാഫഖത്തുൽ ഇദാറ, മാനേജ്മെൻറ്റുമായിട്ട് യോജിക്കണം. അതായത് ആ കുട്ടിക്ക് വായിക്കാൻ, ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് വായിക്കാൻ പ്രയാസമുണ്ട്, അക്ഷരങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പ്രയാസമുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ റെമഡിയൽ ടീച്ചിങ് കൊടുക്കുന്നതിന് മുമ്പ് എനിക്ക് അവിടുത്തെ മാനേജ്മെൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യണം. അത് വേണ്ട ആവശ്യമില്ലല്ലോ. നോക്കാം ബാക്കിയുള്ള, നമ്മളെന്താണ് ഫസ്റ്റത്തെ ഓപ്ഷൻ കണ്ടിട്ടാണ്ട് തീരുമാനിക്കരുത് അതാണ് ആൻസർ എന്നുള്ളത്. ബാക്കിയുള്ളതും കൂടെ പെഡഗോജി നിങ്ങൾ നിർബന്ധമായിട്ട് വായിക്കണം, കാരണം ഏറ്റവും ശരിയായത് ആണ് നമ്മൾ കണ്ടെടുക്കേണ്ടത്.
അടുത്ത തഹദീദ് സുലൂക്ക്, ആ കുട്ടിയുടെ ബിഹേവിയർ എങ്ങനെ നോക്കണം. അതായത് വായിക്കാൻ പ്രയാസമുള്ള കുട്ടിക്ക് കുറേ ബുക്സ് കൊടുത്താൽ ചില കുട്ടികൾ ബുക്കിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് കുറച്ചും കൂടെ നല്ല ടോയ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് അതിൽ അക്ഷരങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പഠിപ്പിക്കേണ്ടി വരും. അതല്ലാതെ ഒരുപാട് ബുക്ക് വാങ്ങിച്ചു കൊടുത്താൽ ചിലപ്പോൾ വായിക്കുന്ന കുട്ടിയായിരിക്കില്ല. അപ്പോൾ കുട്ടിയുടെ ബിഹേവിയർ എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. അതുപോലെ തഖയീം, ഇവാലുവേറ്റ് ചെയ്യണം അല്ലേ, ഇവാലുവേറ്റ് ചെയ്യണം. അതായത് ആ കുട്ടിക്ക് നമ്മൾ ഓരോ ദിവസവും ഇവാലുവേറ്റ് ചെയ്യുക, കുട്ടി പഠിപ്പിക്കുന്നത് ശരിയാണോ എന്നുള്ളത് നമുക്ക് മൂല്യനിർണ്ണയം നടത്താൻ പറ്റും. വലോ അഹ്ദാഫുൻ മുലായിമ, അതുപോലെ തന്നെ യോജിച്ച ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യണം. അതായത് ആ കുട്ടിക്ക് എന്തൊക്കെ കിട്ടണം, അതായത് ഇന്ന് 4 അക്ഷരം പഠിക്കണം, അങ്ങനെ ചില കുട്ടികൾക്ക് 10 അക്ഷരം പഠിക്കാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഇന്ന് 10 അക്ഷരം പഠിക്കണം. അങ്ങനെ ഓരോ കുട്ടിക്കും യോജിച്ചത് നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം, ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യണം. അപ്പം അതിൽ എപ്പോഴും നമുക്കറിയാം മാനേജ്മെന്റ് എന്നൊന്നും പറയുന്നത് ഒരിക്കലും ടീച്ചിങ് മെത്തഡോളജിയിൽ യോജിക്കാത്ത ഒന്നാണ് ഇദാറത്ത് എന്ന് പറയുന്നത്. മാനേജ്മെന്റിനൊന്നും സ്റ്റുഡൻറ് ടീച്ചർ ക്ലാസ് റൂം അതുമായിട്ട് മാനേജ്മെന്റിനൊന്നും യാതൊരു റോളും ഇല്ല. അതൊക്കെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, അതിനൊന്നും ഡയറക്റ്റ് ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മിൻ അഹമ്മിയത്തി അൽ വസാഇൽ സമഇയ്യ വൽ ബസരിയ, ഓഡിയോ വിഷ്വൽ എയ്ഡ്സിന്റെ ഇമ്പോർട്ടൻസിൽ പ്രാധാന്യത്തിൽ പെട്ടിട്ടുള്ളത്. ഓഡിയോ വിഷ്വൽ നമുക്കറിയാം കേൾക്കാനും കാണാനും സാധിക്കുന്നതാണ് ഓഡിയോ വിഷ്വൽ ചലച്ചിത്രങ്ങൾ. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ക്ലാസ് ഒക്കെ പറഞ്ഞാൽ കണ്ടന്റും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ക്ലാസ് എടുക്കുന്നതും കാണാൻ പറ്റുന്നുണ്ട്, ക്ലാസ് എടുക്കുന്നത് കേൾക്കാനും പറ്റുന്നുണ്ട്. അതാണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ പ്രാധാന്യത്തിൽ പെട്ടിട്ടുള്ളത്. തഖലീലു ഖിബ്റാത്തുൽ മുതഅല്ലിം, കുട്ടിയുടെ എക്സ്പീരിയൻസ് കുറയ്ക്കുന്നു. ബി തനാഫുർ ഇന്തിബാഹൽ മുതഅല്ലിം, കുട്ടികളുടെ ശ്രദ്ധ വികർഷിച്ചു പോകുന്നു, അതായത് കുട്ടിയുടെ ശ്രദ്ധ എവിടേക്കൊക്കെ പോകുന്നു. സി ഇഖ്തിസാദുൽ വഖ്ത്, സമയം പെട്ടെന്ന് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ സമയം ലഭ്യമാക്കാൻ പറ്റുന്നു. കുല്ലുൻ സഹി, എല്ലാം ശരിയാണ്. ഏതാണ് ശരിയായിട്ട് വരുന്നത്? സമയം ലാഭമാണ്. അതായത് നമ്മൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കാര്യം ടീച്ചർ പെട്ടെന്ന് തന്നെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. എന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഞാനിങ്ങനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതിന് പകരമായിട്ട് ഒരൊറ്റ പിക്ചർ ഇട്ടിട്ട്, നിങ്ങൾക്ക് ക്ലാസ് എടുത്തപ്പോൾ ഓർമ്മ ഉണ്ടാവും, ഒറ്റ പിക്ചർ എടുത്തിട്ട് അതിൽ പല പ്രയാസങ്ങളുള്ള കുട്ടികൾ, മാനസികം ശാരീരികം ഒക്കെ ഉള്ള കുറേ കുട്ടികൾ, ഇവരെ ഒരു ക്ലാസ്സിൽ ഇരുത്തുന്നതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ. പെട്ടെന്ന് അവിടെ കാര്യം നിങ്ങൾക്ക് പിടുത്തം കിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് നോക്കിയെടുക്കാൻ ഒരു അട്രാക്ഷൻ ഉണ്ടാവുകയാണ് ഒരു പിക്ചറൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അവിടെ അതുപോലെ ശ്രദ്ധ, ഇന്തിബാഹുൽ മുതഅല്ലിം അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്, അത് വികർഷിച്ചു പോകുന്നില്ല. ദെൻ കുട്ടിക്ക് കൂടുതൽ എക്സ്പീരിയൻസ്, ആ ഒരു കാര്യം കാണുമ്പോൾ നമ്മളുടെ കൂടെ പഠിച്ച കുട്ടികളെ, ഇങ്ങനത്തെ സുഖമില്ലാത്ത കുട്ടികളെ ഒക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഇഖ്തർ അൽ അസിഹ മിനൽ അനിൽ ഖുതുവാത് അല്ലതി ഉജ്രിയത് ഫിൽ ഫസ്ൽ ലിത്തുല്ലാബ് ദവിൽ ഇഹ്തിയാജാത്തുൽ ഖാസ. ദവിൽ ഇഹ്തിയാജാത്തുൽ ഖാസ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ നീഡ്സ്, അതായത് പ്രത്യേക പരിഗണനക്ക് അർഹരായ കുട്ടികളെ ക്ലാസ്സിൽ ആക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ശരിയായിട്ടുള്ള സ്റ്റെപ്പ് ഏതാണ് അല്ലെ? പ്രത്യേക പരിഗണനക്ക് അർഹരായിട്ടുള്ള കുട്ടികൾ ഉണ്ടാകും. അതായത് മാനസികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പല കുട്ടികളും ഉണ്ടായിരിക്കും. അപ്പോൾ ആ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളെ ക്ലാസ്സിൽ ഇരുത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ശരിയായിട്ടുള്ള സ്റ്റെപ്പ് അൽ വസാഇലു തഅലീമിയ അൽ ഖാസ, പ്രത്യേകമായിട്ടുള്ള ടീച്ചിങ് എയ്ഡ്സുകൾ യൂസ് ചെയ്യണം. ബി അൽ മദ്രസത്തുൽ ഖാസ, പ്രത്യേകമായ സ്കൂള് നോക്കണം. അദ്ദഅമുൽ ഇഖ്തിസാദി, സാമ്പത്തിക സഹായം, സപ്പോർട്ട് അത് നൽകണം. മക്കാനൻ മുൻഫസില ഫി ദാഖിലൽ ഫസൽ, ക്ലാസിന്റെ ഉള്ളിൽ അവർക്ക് മാത്രം ഒരു പ്രത്യേക സ്ഥലം കൊടുക്കണം. ഇതിൽ ഏതാണ്? ഇതിൽ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾ, നമുക്കറിയാം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ സ്പെഷ്യൽ നീഡ്സുകൾ ഉള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേക ടീച്ചിങ് എയ്ഡ്സുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നോക്കേണ്ടത്. അതല്ലാതെ അവരെ ക്ലാസ്സിൽ വേറിട്ട സ്ഥലത്ത് ഇരുത്താൻ പാടില്ല. അപ്പോൾ അവർക്ക് തന്നെ സംതിങ് ഫീൽ ചെയ്യും. അതുപോലെ നോർമലായ കുട്ടികൾക്ക് അവരെ ഇൻക്ലൂഡ് ചെയ്യാനും പറ്റൂല. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ എല്ലാവരെയും ഒരുമിച്ച് ഒരേ രീതിയിലേക്ക് ഇരുത്തണം. അതുപോലെ തന്നെ അവർക്ക് സാമ്പത്തിക സഹായമല്ല അവിടെ ആവശ്യം. കാരണം നല്ല
എന്താണ് റിച്ച് ആയിട്ടുള്ള വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളും ഇങ്ങനെ സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. വലിയ പ്രയാസങ്ങളുള്ള ശാരീരിക പ്രയാസങ്ങളൊക്കെ ഉള്ള കുട്ടികൾ, അവർക്ക് സാമ്പത്തിക സഹായം അല്ല അവർക്ക് ആവശ്യം. അതുപോലെ അവർക്കൊരു പ്രത്യേക സ്കൂൾ അല്ല ആവശ്യം. അവർക്ക് എല്ലാവരുടെയും കൂടെ ഇരുന്നിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അവർക്ക് ആവശ്യം. പക്ഷെ എന്താണ്, പഠിപ്പിക്കാൻ നമ്മൾ എന്താണ് പ്രത്യേക ടീച്ചിങ് മെത്തഡോളജികൾ, ടീച്ചിങ് എയ്ഡ്സുകൾ അവിടെ യൂസ് ചെയ്യേണ്ടി വരും. കാരണം ഓരോ കുട്ടിയും അവിടെ എന്താണ് വ്യത്യസ്തരാണ്. അതുകൊണ്ട് പ്രത്യേകമായ ടീച്ചിങ് എയ്ഡ്സുകളാണ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ലാ യോത്തബർ എന്ത സിയാത്തി നവാത്തിജ് താലും, ഒരു ലേണിംഗ് ഔട്ട്കം രൂപീകരിക്കുന്നതിൽ നമ്മൾ പരിഗണിക്കേണ്ടാത്ത കാര്യങ്ങൾ. എന്താ ലേണിംഗ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ അതിൻ്റെ എൻഡിൽ ആ കുട്ടിക്ക് എന്തൊക്കെ കിട്ടണം എന്നുള്ളതാണ് ലേണിംഗ് ഔട്ട്കം. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം. കീപ് എൻഡ് ഇൻ മൈൻഡ് എന്നാണല്ലോ, അവസാനം മനസ്സിൽ കണ്ടിട്ട് അവിടുന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യേണ്ടത്. അപ്പോഴേ നമുക്കൊരു സ്പെസിഫിക് ഗോൾ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോഴേ നമുക്ക് കൂടുതൽ സ്പീഡിലേക്ക് അതിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ്, ആ ഒരു നവാത്തിജ് താലും രൂപീകരിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടായിരിക്കണം ഇങ്ങോട്ട് ക്ലാസ് എടുക്കേണ്ടത്. അപ്പോൾ അതിൽ പരിഗണിക്കേണ്ടാത്ത കാര്യങ്ങൾ, വക്തുൻ മുഹദ്ദദ്, ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം, വാക്കഴി റിയൽ ആയിട്ട്, അതായത് ചെയ്യാൻ പോസിബിൾ ആകുന്നതായിരിക്കണം, കാബിലിയ ലിൽ മുലാഹല, ഒബ്സർവബിലിറ്റി ഉള്ളതായിരിക്കണം, ലുഗത്തൻ അദബിയ, സാഹിത്യപരമായിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കണം യൂസ് ചെയ്യണേ. സിമ്പിൾ ആണ് അല്ലേ? സാഹിത്യപരമായിട്ടുള്ള ലാംഗ്വേജ് ഒരിക്കലും ഒരു ലേണിംഗ് ഔട്ട്കമ്മിൽ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ആ ലേണിംഗ് ഔട്ട്കം, നമ്മൾ ഈ കരുതുന്ന ലേണിംഗ് ഔട്ട്കംസ് ഒക്കെ കുട്ടിക്ക് ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇത്രയും മാസത്തിൻ്റെ ഉള്ളിൽ ചെയ്തെടുക്കാൻ പറ്റുമോ, ആ ഒരു സമയം ആ ഒരു ഇതിന് പോസിബിൾ ആണോ എന്നുള്ളത് നോക്കണം. അതുപോലെ ഇത് പോസിബിൾ ആണോ, ഈ ഒരു ലേണിംഗ് ഔട്ട്കം ഒക്കെ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടിക്ക് കിട്ടുമോ, അത് പോസിബിൾ ഉള്ളതാണോ, റിയൽ ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. അതുപോലെ അതിന് ഒബ്സർവബിലിറ്റി ഉണ്ടോ, ഈ ഒരു കാര്യങ്ങളൊക്കെ നേടുന്നതിന് ഒബ്സർവബിലിറ്റി ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഏതൊരു ലേണിംഗ് ഔട്ട്കം രൂപീകരിക്കുന്നതിലും പരിഗണിക്കണം. ഇതെന്ത് ചെയ്യണ്ട, സാഹിത്യ ലാംഗ്വേജ് എന്നുള്ളത് അതുമായി യാതൊരു ബന്ധമില്ലാത്തതാണ്. ഓക്കെ, നെക്സ്റ്റ്, എത്രയോ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തതാണ്. അതായത് തിയറി ആദ്യം പറയുന്നു, ദെൻ എക്സാമ്പിളിലേക്ക് എത്തുന്നു. അത് ഏത് മെത്തേഡാ, ഇൻഡക്റ്റീവ് ഓർ ഡിഡക്റ്റീവ്? തിയറി ആദ്യം പറയുന്നു, ദെൻ എക്സാമ്പിളിലേക്ക് എത്തുന്നു. നമുക്കറിയാം ഡിഡക്റ്റീവ് മെത്തേഡാണ് അത് വരുന്നത്. ഇത് പല രീതിയിൽ വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ആദ്യം കുല്ലിൽ നിന്ന് ജുസ്ഇലേക്ക്, അല്ലെങ്കിൽ ആമിൽ നിന്ന് ഖാസിലേക്ക്, ഖായിദയിൽ നിന്ന് അംസിലയിലേക്ക്. ഇത് വരുന്നത് ഏതാണ്, ഡിഡക്റ്റീവ് മെത്തേഡാണ്. അപ്പോൾ ഏതാണ്, ത്വരീഖത്തുൽ ഇസ്തിഖ്റായിയ ഇൻഡക്റ്റീവ് മെത്തേഡിൻ്റെ ഇതാണ്. ത്വരീഖത്തുൽ ഖിയാസിയ ഡിഡക്റ്റീവ് മെത്തേഡിന്. ഡിഡക്റ്റീവ് മെത്തേഡിന് മറ്റുള്ള പേരുകൾ എന്തൊക്കെയാണ്, ഇസ്തിൻതാജിയ, ഇസ്തിദ്ലാലിയ, ഇതൊക്കെ ഡിഡക്റ്റീവ് മെത്തേഡിന്റെ പേരാണ്. അതിന്റെ കൂടെ ത്വരീഖത്തുൽ ഇസ്തിൻബാത്തിയ എന്ന് പറഞ്ഞാലും ഡിഡക്റ്റീവ് മെത്തേഡാണ്. ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഒഫീഷ്യൽ ആൻസർ കീയിൽ കാണിക്കുന്നുണ്ട്. ത്വരീഖത്തുൽ ഇസ്തിൻബാത്തിയ എന്ന് പറഞ്ഞാലും ഡിഡക്റ്റീവ് മെത്തേഡാണ്. ത്വരീഖത്തു ഹല്ലുൽ മുഷ്കില പ്രോബ്ലം സോൾവിങ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും ആൻസർ ഇത് രണ്ടായിട്ടും വരും. ഏറ്റവും ഇങ്ങനെ രണ്ട് ഓപ്ഷനും ആയിട്ട് വന്നാൽ ഏറ്റവും ശരിയായത് ഏതാണ്, ത്വരീഖത്തുൽ ഖിയാസിയ നിങ്ങൾ തിരഞ്ഞെടുക്കണം. അല്ലെങ്കിൽ ഇസ്തിദ്ലാലിയ ഉണ്ടോ നോക്കണം, ഇസ്തിൻതാജിയ ഉണ്ടോ നോക്കണം. ഇതൊന്നും ഇല്ലെങ്കിൽ ഇസ്തിൻബാത്തിയ തിരഞ്ഞെടുക്കണം. ഓക്കെ, നെക്സ്റ്റ്, മിമാല യുരീദു ബിത്താലീം അഷാമിൽ ലിൽ ജമീ. അല്ലെ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ വളരെ റെയർ ആണ്. കാരണം അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത്താലീം അഷാമിൽ ലിൽ ജമീ, അല്ലെങ്കിൽ മറ്റൊരു പേരെന്താണ്, അത്താലീം അൽ മുതളമ്മൻ. രണ്ടു പേരിലും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അറിയപ്പെടാറുണ്ട്. അത് ഉദ്ദേശിക്കാത്തത്, അതായത് അതുമായിട്ട് ബന്ധപ്പെടാത്തതാണ് നമ്മൾ നോക്കേണ്ടത്. എന്താണ്, തുറക്കു തദ്രീസുൻ മുനാസബ, യോജിച്ച ടീച്ചിങ് മെത്തേഡ്സ് യൂസ് ചെയ്യുക. തസ്മീം അൽ ബറാമിജ് സുലൂക്കിയ, അതായത് ബിഹേവിയറൽ പ്രോഗ്രാംസ് ഒക്കെ ഡിസൈൻ ചെയ്യുക. ഓരോ കുട്ടികൾക്കും പലതരത്തിലുള്ള ബിഹേവിയേഴ്സ് ഒക്കെ ലഭ്യമാക്കാനുള്ള തരത്തിലുള്ള പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്യുക. അൽ മുഷാറക്ക ഫി ജമിയായ് അമാലിൽ മദ്രസിയ, സ്കൂളിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കുക, പാർട്ടിസിപ്പേഷൻ നടത്താം. മദ്രസ ഖാസ വ മുഅല്ലിം ഖാസ, അതായത് സ്പെഷ്യൽ സ്കൂളും സ്പെഷ്യൽ ടീച്ചറും. ഇതിൽ ഏതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട്? നമുക്കറിയാം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായിട്ട് യോജിക്കാത്ത ടേമാണ് എപ്പോഴും പറയുന്നതാണ് ഖാസ എന്ന് പറഞ്ഞ ടേം അവിടെ ഉണ്ടോ അതായിരിക്കും ആൻസർ. കാരണം അത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായിട്ട് യോജിക്കില്ല. സ്പെഷ്യൽ എന്നുള്ള ഒരു കാര്യമില്ല, എല്ലാവരുടെയും കൂടെ എല്ലാ കാര്യത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ കുട്ടികൾക്ക് നല്ല കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ അവർക്ക് യോജിച്ച ടീച്ചിങ് മെത്തഡോളജികളൊക്കെ ഉപയോഗിക്കുക. ഇതൊക്കെ എന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ നമുക്ക് ബന്ധപ്പെടാം എന്ന് പറയാം. ഒരിക്കലും അതുമായിട്ട് യോജിക്കാത്ത ടേമാണ് സ്പെഷ്യൽ സ്കൂള്, സ്പെഷ്യൽ ടീച്ചർ, സ്പെഷ്യൽ ബുക്ക്, സ്പെഷ്യൽ സ്പേസ്. ഈ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് അവിടെ എന്ത് ചെയ്യുന്നില്ല, യോജിക്കാത്ത ടേമാണ്. ഓക്കെ,
ദെൻ അൽ ഇഖ്തിബാറാത്ത് വസീല ഗൈറ മുനാസിബ ലിത്വാലിബ് മിൻ അജലി തഅല്ലും ഹദ തസ്രീഹ്. ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട്, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. എന്താ ചോദിച്ചത്? അൽ ഇഖ്തിബാറാത്ത് ടെസ്റ്റുകൾ, വസീല അതൊരു മാർഗമാണ്, ഗൈറ മുനാസിബ അനുയോജ്യമല്ലാത്ത ഒരു മാർഗമാണ്, ലിത്വാലിബ് മിൻ അജലി തഅല്ലും അതായത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിക്ക് അനുയോജ്യമല്ലാത്ത ഒരു മാർഗമാണ് പരീക്ഷകൾ, ചെറിയ ചെറിയ ടെസ്റ്റുകളൊക്കെ നടത്തുക എന്നുള്ളത്. ഈ പ്രസ്താവന ശരിയാണ്, സ്വീകാര്യമല്ല, തെറ്റാണ്, ഭാഗികമായി ശരിയാണ്. നമുക്കറിയാം ഒരു ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രമാണ് എന്നുള്ളത്. കാരണം ആ കുട്ടിക്ക് എന്തൊക്കെ കിട്ടി എന്തൊക്കെ കിട്ടിയില്ല എന്നുള്ളത് ആ കുട്ടിക്കും നമുക്കും ഒക്കെ ബോധ്യമാവുന്നതും അതുവഴി റെമഡിയൽ ടീച്ചിങ്ങിലേക്ക് എത്താൻ പറ്റുന്നതും ഒക്കെ തന്നെ ടെസ്റ്റുകൾ കൊണ്ടാണ്. ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസ അവകാശ നിയമം, കാനൂനു ഹഖു തർബിയ, വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ഇതിൽ CC കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷന് ഒരു ഭരണഘടനാപരമായിട്ട് അവകാശമായിട്ട് നിർബന്ധമായിട്ടുള്ള ഒരു ഘടകമാക്കിയത്. അതായത് തുടർച്ചയായി മൂല്യനിർണ്ണയം നടത്തുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ ഒരു ഇഖ്തിബാറാത്ത് എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് പഠിക്കാനുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് മെത്തേഡായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അതെന്താണ്, ഈ പറഞ്ഞ കാര്യം അവിടെ യോജിക്കാത്ത ഒന്നാണ്, അത് തെറ്റാണ്. നെക്സ്റ്റ്, ഇഖ്തർ അത്തസ്രീഹുൽ ഖാത്തി, തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാൻ. യുഅദ്ദി അൽ മുഅല്ലിം ദൗറുൽ മുർഷിദീൻ, അതായത് അധ്യാപകൻ എന്താണ്, ഒരു ഗൈഡിന്റെ റോള് നിർവഹിക്കുന്നു. യഹ്ഫുസു അൽ മുഅല്ലിമൂൻ അത്തുല്ലാബ, അധ്യാപകൻ കുട്ടികളെ യഹ്ഫുസ് യാനി മോട്ടിവേറ്റ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുന്നു. അത്തഅല്ലും അൽ മുതറക്കിസ് ഹൗല ത്വാലിബ് ജയ്യിദ്, സ്റ്റുഡൻറ് സെൻട്രിക് ആയിട്ടുള്ള ലേണിംഗ് എന്താണ്, ജയ്യിദ്, അത് നല്ലതാണ്, ബെസ്റ്റാണ്. ഹാലിയൻ ഇപ്പോൾ അത്തഅല്ലും മുതറക്കിസ് ഹൗലൽ മുഅല്ലിം, ഇപ്പോൾ എന്താണ്, ടീച്ചർ സെൻട്രിക് ആയിട്ടുള്ള ലേണിംഗ് ആണ് ഇപ്പോൾ കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സിമ്പിളാണ് അല്ലേ, ടീച്ചർ സെൻട്രിക് അല്ല. നമ്മുടെ ഇപ്പോഴത്തെ പഠനം കംപ്ലീറ്റ് സ്റ്റുഡൻറ് സെൻട്രിക് ആണ് നമുക്കറിയാം. അപ്പോൾ സ്റ്റുഡൻറ് സെൻട്രിക് ആയിട്ടുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. പിന്നെ കുട്ടികളെ, നല്ലൊരു അധ്യാപകൻ കുട്ടികളെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അധ്യാപകന് ഒരു ഗൈഡിൻ്റെ റോളാണ്, മുന്നിൽ നിന്ന് അവരെങ്ങനെ നയിക്കുന്ന ഒരു റോളാണ് ഉള്ളത്. നെക്സ്റ്റ്, ഇഖ്തർ അഷാദ് അൻ മുവാസഫാത്തി അദ്ദഖൗ ഷഖ്സി, ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ ക്വാളിറ്റീസിൽ പെടാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതായത് ഇവിടെ ഒറ്റയായി നിൽക്കുന്നത്. യഖ്ലി അൽ ഔഖാത്ത് ഫർദിയൻ, സമയം നമ്മളിങ്ങനെ ഒറ്റക്ക്, വ്യക്തിപരമായിട്ട് ഒറ്റക്ക് ഇങ്ങനെ സമയം ചെലവഴിക്കുന്നു. അതെന്താണ്, ഇപ്പോൾ ഒരാൾ ഇൻട്രാ പേഴ്സണൽ, അയാൾ സ്വയം ഒറ്റക്കാണ് അവിടെ അല്ലേ. ഇത് എവിടെ നിന്ന് വന്ന ക്വസ്റ്റ്യനാ, അത് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ഈ ഇന്റലിജൻസ് എവിടെ നിന്ന് വന്നാണ്, ഹവാർഡ് ഗാർണറുടെ അദ്ദഖാ ഉൽ മുതഅദ്ദിദ്, മൾട്ടിപ്പിൾ ഇന്റലിജൻസിൽ വന്നാണ്. ഒരുപാട് 8ഓളം മൾട്ടിപ്പിൾ ഇന്റലിജൻസ് പറയുന്നുണ്ട്. ഓരോ കുട്ടിയും ഓരോ രീതിയിലായിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒറ്റക്ക് സമയം ചെലവഴിക്കുന്ന കുട്ടികളുണ്ട്. അതുപോലെ അമലുൽ ഇജ്തിമായി, സോഷ്യൽ വർക്കുകളിലൊക്കെ മറ്റുള്ളവരായിട്ട് ഇങ്ങനെ പരസ്പരം ഇൻട്രാക്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടാകും. അൽ ഇഹ്സാസ് ബി മഷായിറുൽ അഖരീൻ, അതുപോലെ മറ്റുള്ളവരുടെ ഫീലിങ്സ് ഒക്കെ മനസ്സിലാക്കാനും അവരുടെ കൂടെ നിൽക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകും. ദാത്ത് മഹാറത്തിൻ തവാസുലിയ, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള, മറ്റുള്ളവരോട് ഇങ്ങനെ സംസാരിക്കാനൊക്കെ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഏതാണ്, ഇത് മൂന്നും നമുക്കറിയാം മറ്റുള്ള ആളുകൾ അല്ലെ, മറ്റുള്ള ആളുകൾ അലാഖാത്തി ആയിട്ടുള്ള ഇജ്തിമായി ആയിട്ടുള്ള ഇന്റലിജൻസ് ആണ് ആ കുട്ടിക്ക് അവിടെ ഉള്ളത്. സോഷ്യലായിട്ട് മറ്റുള്ളവരുമായിട്ട് റിലേറ്റ് ചെയ്യാനുള്ള ഒരു ഇന്റലിജൻസ് ആണുള്ളത്. അതേസമയം ഈ കുട്ടി എന്ന് പറയുന്നത് ഷഖ്സിയാണ്, പേഴ്സണലി ആണ്, ദാത്തിയാണ് ആ കുട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇൻട്രാ പേഴ്സണൽ ആണ് ആ കുട്ടി വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, മിൻ സിഫാത്തി അൽ മുഅല്ലിം അന്നാജ്, ഒരു സക്സസ്ഫുൾ ടീച്ചറുടെ ക്വാളിറ്റീസിൽ പെടുന്നത്. അൽ അഹ്ദാഫുൽ മുബ്ഹിമ, അഹ്ദാഫുൽ മുബ്ഹിമ, അവ്യക്തമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്, അതായത് എന്താന്ന് പഠിപ്പിക്കാൻ പോകുന്നതെന്നൊന്നും പറയില്ല, അങ്ങനെ വന്ന് എന്തൊക്കെയോ പറഞ്ഞ് അങ്ങോട്ട് പോവാം. അതാണ് അൽ അഹ്ദാഫുൽ മുബ്ഹിമ. അതൊരു നെഗറ്റീവ് ടേം ആണ് നമുക്കറിയാം. റൂഹ സൽബിയ, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റി, എപ്പോഴും നെഗറ്റീവ്സ് ഇങ്ങനെ പറയുക, കുട്ടികളെ തളർത്തുക. മുആഖബത്തു തുല്ലാബ്, കുട്ടികളെ ശിക്ഷിക്കുക, ഒക്കെ നെഗറ്റീവ് ടേംസ് ആണ്. അൽ ഇസ്തിമാ ഇലത്തുല്ലാബ്, കുട്ടിയിലേക്ക് ലിസൺ ചെയ്യുക, കുട്ടിയെ ശ്രദ്ധിക്കുക, കുട്ടി പറയുന്നതും കുട്ടി ചെയ്യുന്നതൊക്കെ ശ്രദ്ധിക്കുക. അത് നല്ലൊരു ടീച്ചറുടെ ക്വാളിറ്റിയാണ് അത്. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. പിന്നെ ഇവിടെ അഹ്ദാഫുൽ മുബ്ഹിമ എന്ന് പറഞ്ഞു, അതായത് അവ്യക്തമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. അവിടെ നല്ലൊരു ടീച്ചർ എങ്ങനെ ആയിരിക്കും, അൽ അഹ്ദാഫുൽ മുഹദ്ദദ അല്ലേ, അവിടെ അഹ്ദാഫുൽ മുഹദ്ദദ കറക്റ്റ് എന്താണ്, ഇന്ന് പറയാൻ പോകുന്നത് ഇന്ന ഏരിയകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കണം നല്ലൊരു ടീച്ചർ. അതുപോലെ റൂഹൽ ഈജാബിയ, പോസിറ്റീവ് ഇതായിരിക്കണം ഒരു ടീച്ചർക്ക് ഉണ്ടാവേണ്ടത്. മുആഖബത്ത് പിന്നെ പാടില്ലാത്തതാണ്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഖ്തറ തസ്രീ അൻ ഖസാഇസി തഖ്വീം, ഇവാലുവേഷന്റെ പ്രത്യേകതയെ കുറിച്ചിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കാനും. അതായത് ഇവാലുവേഷനെ കുറിച്ച് ശരിയായ പ്രസ്താവന. അത്തഖ്വീം അമലിയ മുസ്തഖല്ല, ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അമലിയ മുസ്തമിറ, ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അമലിയ വഹീദ ലിൽ ജാനിബിൽ മഅറഫി, ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ കോഗ്നിറ്റീവ് സൈഡിലുള്ള കുട്ടിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്തത് അളക്കാനുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ്. അസാനി വസാലിസ് മാൻ, ഓപ്ഷൻ 2 and 3 ഒരുമിച്ച്. ഇതിൽ ഏതാണ് ശരിയായ പ്രസ്താവന? അമലിയ മുസ്തമിറ. എന്തുകൊണ്ട് ഇത് തെറ്റായി? അതായത് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായിട്ടുള്ള ഒരു പ്രോസസ്സാണോ? സ്വതന്ത്രമായിട്ട്, അതായത് കുട്ടിക്ക് തോന്നിയത് എന്തും എഴുതി വെക്കാം തോന്നിയ സമയത്തിൻ്റെ ഉള്ളിൽ. നമ്മളൊരു എക്സാം നടക്കുമ്പോൾ അവന് ഇഷ്ടമുള്ള അത്രയും സമയം എടുത്തിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ലല്ലോ, നമ്മൾ ആ ലിമിറ്റാക്കിയ സമയം പറ്റുള്ളൂ. അതുപോലെ അവന് കണ്ടത് മുഴുവൻ എഴുതി വെക്കാൻ പറ്റുമോ? ഇല്ല. എസ്സേ ആണെങ്കിൽ എസ്സേ ആയിട്ട് എഴുതണം, 1 വേർഡ് ആണെങ്കിൽ 1 വേർഡ് ആയിട്ട് എഴുതണം. അപ്പോൾ അവിടെ സ്വാതന്ത്ര്യം ഇല്ല. ആ കുട്ടി നമ്മൾ അവിടെ എന്താണോ ചോദിച്ചത്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഇട്ട ആൾ എന്താണോ ചോദിക്കുന്നത് അതിനുള്ള ആൻസർ അവിടെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അത് സ്വതന്ത്രമായിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ല. പക്ഷെ അതെന്താണ്, ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇവാലുവേഷൻ നമ്മുടെ CC ഒക്കെ പറഞ്ഞാൽ എന്താണ്, തുടർച്ചയായിട്ട് മൂല്യനിർണ്ണയം നടത്തണം, പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ചോദിക്കണം, പഠിപ്പിച്ച് കഴിഞ്ഞാൽ ചോദിക്കണം, എക്സാമിന് നടത്തണം, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേഷൻ നടത്തണം എന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന്, കുട്ടികൾക്ക് കോഗ്നിഷൻ, അതായത് എന്താണ് മനസ്സിലായത് നോക്കാനുള്ള ഒരു പ്രോസസ്സ് മാത്രമാണോ? അത് മാത്രമല്ലല്ലോ, നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, ചെറിയ കുട്ടികളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കറിയാം കളറിങ് ഒക്കെ ചെയ്യാനുണ്ടാവും. അത് ആ കുട്ടിക്ക് എന്താ മനസ്സിലായത് എന്നല്ല, ആ കുട്ടിയുടെ ഒരു സ്കില്ല് അവിടെ വളർത്തുകയാണ്. അപ്പോൾ പല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യും. മനസ്സിലായത് മാത്രമല്ല, പല സ്കില്ലുകളും കുട്ടിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പായോ എന്നുള്ളത് നോക്കുന്നുണ്ട്. അതുപോലെ 2, 3, അപ്പോൾ ഇതും ശരിയല്ലാത്തത് കൊണ്ട് ആ ഒരു ഓപ്ഷനും തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രസ്താവനയാണ് കൊടുത്തിട്ടുള്ളത്. അന്നൽ ഇൻസാൻ കായിനുൻ ഇജ്തിമായി, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹ്യ ജീവിയാണ്. ലാ യസ്തതിഉൽ ഫക്കാഖ് മിൻ അസ്രി ജമാ, ഒരു ടീം എന്ന് പറയുന്നത് ആ ഒരു ഗ്രൂപ്പ്, അതായത് മറ്റുള്ള ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുക, ഈ ഒരു കണക്ഷൻ ഇല്ലാതെ അവൻ എന്ത് ചെയ്യുന്നില്ല, ജീവിക്കാൻ സാധിക്കുന്നില്ല. ഹാദ തസ്രീ യുഷീർ ഇല, ഈ ഒരു പ്രസ്താവന ഏതിലേക്കാണ് ചൂണ്ടുന്നത്? അൽ വലീഫ അത്താരിഖിയ, നമ്മളുടെ ഈ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പ്രൊഫഷൻ. അൽ വലീഫ അത്തഫാലിയ, ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. അൽ വലീഫ അഷഖ്സിയ, പേഴ്സണൽ ആയിട്ടുള്ളത്. അൽ വലീഫ ലിഅലാമിയ, നമ്മുടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷന്. ഇതിൽ ഏത് ഫംഗ്ഷനാണ് ഈ ഒരു പ്രസ്താവന പറയുന്നത്? ഹിസ്റ്റോറിക്കൽ ആണോ, ഇന്ററാക്റ്റീവ് ആണോ, പേഴ്സണൽ ആണോ, അതോ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒന്നാണോ? നമുക്കറിയാം എപ്പോഴും ജമാ എന്നൊക്കെ പറയുന്നത്, മനുഷ്യന് ജമായി ആയിട്ടുള്ളത് സോഷ്യൽ ആയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അവിടെ നിർബന്ധമായിട്ട് എന്ത് വേണം, ഒരു ഇന്ററാക്ഷൻ നടത്തുന്ന സമയത്ത് അവിടെ സോഷ്യലായിട്ട് വരുന്നത്. നമ്മളിങ്ങനെ ബസ്സിൽ പോകുന്ന സമയത്ത് ബസ്സിൽ നമ്മളുടെ അടുത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട്, നമ്മൾ അയാളോടൊന്നും സംസാരിക്കില്ല, നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ അവിടെ ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം അവിടെ രൂപപ്പെടുന്നില്ല. അതേസമയം നമ്മൾ അയാളോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കേ ആവശ്യപ്പെടേ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇന്ററാക്ഷൻ നടക്കുന്നു, അതുവഴി ഒരു സോഷ്യൽ കണക്ഷൻ അവിടെ വരികയാണ് ചെയ്യുന്നത്. അപ്പൊ സോഷ്യൽ എന്നുള്ള കാര്യത്തിന് എപ്പോഴും നിർബന്ധം ആയിട്ടുള്ള കാര്യം എന്താണ്? തഫാഉൽ, ഇന്ററാക്ഷൻ എന്ന് പറയുന്ന കാര്യം അവിടെ എന്താണ്? നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഇന്ററാക്റ്റീവ് ഫംഗ്ഷനെയാണ് ആ ഒരു പ്രസ്താവന ചൂണ്ടിക്കാണിക്കുന്നത്. നെക്സ്റ്റ്, ഇഖ്തർ അത്തഖ്മുൽ ഖാത്തി, തെറ്റായിട്ടുള്ള ജോഡി തിരഞ്ഞെടുക്കാൻ. അതായത് ഒരു വശം ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട്, ഒരു വശം അറബിക്ക് കൊടുത്തിട്ടുണ്ട്, മിസ്മാച്ച് ആയിട്ടുള്ളത് നോക്കാനും. അസ്സബൂറ അത്തഫാലിയ, എന്താ തഫാൽ? നേരത്തെ നമ്മൾ പറഞ്ഞു ഇന്ററാക്ഷൻ അല്ലെ, ഇന്ററാക്റ്റീവ് ബോർഡ്. ദെൻ അത്താലും അൽ മഫ്തൂഹ് അൻ ബുഅദ്, ഡിസ്റ്റൻസ് ഓപ്പൺ ലേണിംഗ്, ഡിസ്റ്റൻസ് ഓപ്പൺ ലേണിംഗ്. ഓക്കെ, അത്താലും അൻ ബുഅദ് എന്നാണെങ്കിലോ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, അത്താലും അൻ ബുഅദ് എന്ന് പറഞ്ഞിട്ട് അതെന്താണ്? അത് ഡിസ്റ്റൻസ് ലേണിംഗ് ആണ്. അത്താലും അൽ മഫ്തൂഹ് അൻ ബുഅദ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓപ്പൺ ലേണിംഗ്, ഫതഹ എന്ന് പറഞ്ഞാൽ ഓപ്പൺ എന്നുള്ള അർത്ഥം. ഓക്കെ, ദെൻ വസായിതു അൽ ഇഅലാമുൽ മുതഅദ്ദിദ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആണോ? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, ഇത് തെറ്റാണ്. നെക്സ്റ്റ്, അദ്ദൗറാത്തു ദിറാസിയൽ മഫ്തൂഹ അലൽ ഇന്റർനെറ്റ്, മൂക്ക്. മൂക്ക് എന്ന് പറഞ്ഞാൽ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്നുള്ളതിൻ്റെ ഫുൾ ഫോം ആണ്. എന്തായാലും പഠിച്ചു വെക്കുക, മൂക്കിൻ്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക. ഇനി ക്വസ്റ്റ്യനിൽ കൂടുതൽ വരാൻ സാധ്യത ഉള്ളതാണ്. അതൊരു ഒരു പ്ലാറ്റ്ഫോമാണ്, കുട്ടികൾക്ക് അവിടെ വന്നിട്ട് പഠിക്കാനുള്ള അവസരമുണ്ട്. ടീച്ചേഴ്സ്, നമ്മുടെ ലേണിംഗ് ആപ്പൊക്കെ പോലെയുള്ള ഒരു സിസ്റ്റം തന്നെയാണ് മാസി ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ്. അതിൻ്റെ ഇംഗ്ലീഷാണ്, അറബിക്കാണ് അദ്ദൗറാത്ത് അദ്ദിറാസിയ അൽ മഫ്തൂഹ അലൽ ഇന്റർനെറ്റ്, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. ഓക്കെ,
മൂക്ക് എന്നാണ് ഇത് ഷോർട്ട് ഫോം ആക്കിയിട്ട് പറയുന്നത്. ഇതെന്താണ്? വസായിത്തുൽ ഇഅലാം അൽ മുതഅദ്ദിദ എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിമീഡിയക്കാണ് വസായിത്തുൽ ഇഅലാം അൽ മുതഅദ്ദിദ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിക്ക് എന്ത് പറയും? അത്തഖനിയ അൽ മാലൂമാത്തിയ അത്തവാസുലിയ, അത്തഖനിയ അൽ മാലൂമാത്തിയ അത്തവാസുലിയ എന്നാണ് ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിക്ക് പറയുന്നത്. നെക്സ്റ്റ് അൽ മുറാദ് ബി തവാസുൽ ഷഫഹി. എന്താ തവാസുൽ ഷഫഹി? വേർബൽ കമ്മ്യൂണിക്കേഷൻ. എന്താ വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്കുകളായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വേർഡ്സുകളായിട്ടോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ലഫ്ലിലൂടെ, അത് ചിലപ്പോൾ നമ്മൾ സംസാരിച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ നമ്മൾ എഴുതിയിട്ടായിരിക്കാം ആ കെലിമാത്തുകൾ നമ്മൾ പറയുന്നത്. അതാണ് വേർബൽ കമ്മ്യൂണിക്കേഷൻ. അതേസമയം നമ്മൾ ആംഗ്യങ്ങളിലൂടെ ആണ് ചെയ്യുന്നെങ്കിൽ നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ അതിൽ വെർബൽ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടത് ഇസ്തിഖ്ദാമുൽ ഈമാഅത്ത്, ഓരോ സിഗ്നലുകൾ ആംഗ്യങ്ങൾ കാണിക്കുക എന്നുള്ളത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇസ്തിഖ്ദാമുൽ അസ്വാത്ത് വൽ കലിമാത്ത്, ശബ്ദങ്ങൾ വേർഡ്സുകൾ അത് ഉപയോഗിക്കുക എന്നുള്ളത് വെർബൽ കമ്മ്യൂണിക്കേഷനാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഇസ്തിഖ്ദാമു അർ റുമൂസുൽ കിതാബിയ, എഴുത്തിൻ്റെ അക്ഷരങ്ങൾ, വെറും അക്ഷരങ്ങൾ മാത്രം യൂസ് ചെയ്യുക എന്നുള്ളത് നോൺ വെർബൽ ആണ്. അതായത് ചില സമയത്ത് ഇങ്ങനെ ഉണ്ടാകും, ഇങ്ങനെ പീന്നിട്ടുണ്ടാവും, അതായത് ഇങ്ങനെയൊക്കെ ബോർഡുകളൊക്കെ നമ്മൾ കണ്ട, അതായത് അവിടെ പാർക്കിംഗ് പാടില്ല എന്നുള്ള അർത്ഥമാണ്. അതൊക്കെ എന്താണ്? നോൺ വെർബൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. നെക്സ്റ്റ് അതേസമയം ചില സമയത്ത് ബോർഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും പാർക്കിംഗ് ഇവിടെ പാടില്ല അങ്ങനെ, അല്ലെങ്കിൽ പാർക്കിംഗ് പ്രോഹിബിറ്റഡ് എന്നൊക്കെ എഴുതി വെച്ചാൽ അതെന്താണ്? അത് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇങ്ങനെയാണെങ്കിൽ റംസുകളായിട്ടാണ് തന്നെങ്കിൽ അത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നെക്സ്റ്റ് ഇസ്തിഖ്ദാമു ലുഅത്തുൽ ജസദ്, നമ്മളുടെ ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്യുക. ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാതെ നമ്മൾ ചിരിക്കാം, പിന്നെ അതല്ലെങ്കിൽ നമ്മളിങ്ങനെ ടാറ്റ കൊടുക്കുന്നത്, ഇതൊക്കെ എന്താണ്? ബോഡി ലാംഗ്വേജ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊക്കെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പോൾ വെർബൽ ഇവിടെ വരുന്നത് ഇസ്തിഖ്ദാമുൽ അസ്വാത്ത് വൽ കലിമാത്ത്, ശബ്ദങ്ങളും അതോടൊപ്പം പദങ്ങളും യൂസ് ചെയ്യുക എന്നുള്ളത് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നെക്സ്റ്റ് അൽ മൻഹജു ദിറാസി, നമ്മുടെ സിലബസ് യുസായിദു അലാ തൻമിയത്തി ഖുദറാത്ത് വ മഹാറാത്തുൽ മുതഅല്ലിം. ഒരു സിലബസ് എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഖുദറാത്തുകൾ, കഴിവുകൾ, സ്കില്ലുകളൊക്കെ വളരാൻ സഹായിക്കുന്നുണ്ട്. അലാ അത്താമുൽ മാ സൗറത്തുർ റഖമിയ, നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ വിപ്ലവത്തിൻ്റെ കൂടെ, അതായത് ഡിജിറ്റൽ വിപ്ലവത്തിൻ്റെ കൂടെ ഇടപഴകുന്ന സമയത്ത് ഇത്ഫാഉ തക്ഫീറുൽ ഇൽമി, അതായത് വൈജ്ഞാനികമായിട്ടുള്ള കാര്യങ്ങളെ എന്ത് ചെയ്യുക? നിഷേധിച്ച് കെട്ടടക്കുക. അൽ ഖുലൂ അനിൽ ആലമുൽ ഖരിജ്, പുറത്തുള്ള ലോകത്തിനു നിന്നും മാറി നിന്നിട്ട് ഇങ്ങനെ സ്വന്തം ഒരു ഭാഗത്ത് ഇങ്ങനെ ഒതുങ്ങിക്കൂടി പഠിക്കുക. അസാനി വസാലിസ് മആൻ, 2ഉം 3ഉം. ഇതിൽ ഏതാണ് ഒരു കരിക്കുലം എന്ന് പറയുന്നത്? അതായത് ആ ഒരു സിലബസ് ഇങ്ങനെ അത് മാത്രം പഠിച്ചിട്ട് പുറത്തുള്ള കാര്യങ്ങളിലൊന്നും ഇൻട്രാക്ട് ചെയ്യാതെ പോവുക, അതുപോലെ തന്നെ ഇൽമി ആയിട്ടുള്ളതിൽ മാത്രം, അല്ലെങ്കിൽ അത് ആ ഇൽമി ആയിട്ടുള്ള കാര്യങ്ങളും ആ സിലബസിലൂടെ ആ കുട്ടിക്ക് കിട്ടുന്നില്ല, അങ്ങനെയുള്ള സിലബസ് ആണോ? അതല്ല നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ വിപ്ലവത്തിൻ്റെ കൂടെ ഇപ്പോൾ ഫോണുകൾ വന്നു, ഇൻ്റർനെറ്റ് വന്നു, ഇതിനൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സിലബസ് ആണോ നല്ലതായിട്ടുള്ളത്? നമുക്കറിയാം അത്താമുൽ മാ സൗറത്തുർ റഖമിയ, ഈ ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ കൂടെ ഇൻട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സിലബസ് ആണെങ്കിൽ അത് കുട്ടിക്ക് എന്താണ്? ഒരുപാട് ഖുദറാത്തുകളും മഹാറാത്തുകളും വളർത്താൻ അവനെ സഹായിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് മിൻ അഹമ്മി അൽ അൻഷിത്തത്തുൽ മദ്രസിയ, ലേണിംഗ് സ്കൂൾ ആക്ടിവിറ്റീസുകൾ, ലേണിംഗ് ആക്ടിവിറ്റീസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ലേണിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പഠിക്കാൻ വേണ്ടി കുട്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ലേണിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അത് ഫഷ്ലു തുല്ലാബുൽ മുത്തഖല്ലിഫീൻ, പിന്നോക്കക്കാരായ കുട്ടികളെ പരാജയപ്പെടുത്തും. യസ്ദാദുൽ ഖജ്ൽ, കുട്ടികൾക്ക് ലജ്ജ വർദ്ധിക്കും. തഷ്ജിഉ തുല്ലാബ് ഫിൽ മുസാബഖാത്ത്, കുട്ടികളെ ഓരോ കോമ്പറ്റീഷനിൽ, ഓരോ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ മോട്ടിവേറ്റ് ചെയ്യും. ജമിഉ മാ ദുക്കിർ, മുമ്പ് ഓൾ ഓഫ് ദി അബൗവ്. നമുക്കറിയാം ഇവിടെ ഈ ലേണിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഒരിക്കലും കുട്ടികളെ പരാജയത്തിലേക്ക് എത്തിക്കില്ല. കാരണം അവരെന്നെ ചെയ്യുന്നത് കൊണ്ട് അവർ ഇൻട്രസ്റ്റഡ് ആണ്, അതിൽ നിന്ന് അവർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഒരിക്കലും അവർക്ക് ഒരു നാണല്ല വർദ്ധിക്കുന്നത്. കാരണം കൂടുതൽ ഇങ്ങനെ ചെയ്യുന്നതനുസരിച്ച് അവർക്ക് ധൈര്യം ഉണ്ടാകുന്നു, കോൺഫിഡൻസ് ഉണ്ടാകുന്നു. അത് അവർക്ക് പല കാര്യങ്ങളിലും അവരെ പങ്കെടുക്കാനൊക്കെ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒന്നാണ് ലേണിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് തതഅല്ലഖു
സോൾബാത്തു താലും അന്നമാഇയ ഡെവലപ്മെന്റൽ ലേണിംഗ് ഡിസബിലിറ്റീസ്, അത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഡെവലപ്മെന്റൽ ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾക്ക് അവർ വളരുന്നതിന് കൂടെ തന്നെ അവരുടെ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ആരോഗ്യപരമായിട്ട് അല്ലെങ്കിൽ മാനസികപരമായിട്ട് അല്ലെങ്കിൽ പഠിക്കാനുള്ള കോൺസെൻട്രേഷൻ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വളർച്ച പ്രയാസമായിട്ട് വരുന്ന ഒരു ഡിസബിലിറ്റിയാണ് ഡെവലപ്മെന്റൽ ലേണിംഗ് ഡിസബിലിറ്റി. അതായത് വളർച്ചാപരമായിട്ടുള്ള പഠന പ്രയാസങ്ങൾ എന്ന് പറയുന്നത്. അതായത് അവരുടെ വളർച്ചക്കനുസരിച്ചിട്ട് അവർക്ക് എന്താണ് പഠിക്കാൻ കഴിയില്ല. കാരണം ചിലപ്പോൾ അവരുടെ ബ്രെയിന് വളരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഫിസിക്കലി ആയിട്ട് ശരീരം വളരാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം പക്വത മെച്യൂരിറ്റി അതിനനുസരിച്ചിട്ട് വളരാത്ത അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ കൊണ്ട് അവർക്ക് പഠനത്തിൽ പ്രയാസം വരും. ഇത് ഏതുമായിട്ട് ബന്ധപ്പെടുന്നു? അൽ വലാഇഫ് ദിമായ അവരുടെ ബ്രെയിനിന്റെ ഫംഗ്ഷനുമായിട്ട്, അൽ അദാ ഉൽ മദ്രഫി അവരുടെ കോഗ്നിറ്റീവ് പെർഫോമൻസുമായിട്ട്, അൽ അദാ ഉൽ മദ്രസി സ്കൂൾ പെർഫോമൻസ്, അൽ അദാ ഉൽ അക്കാദമിക് പെർഫോമൻസ് ഏതുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർക്ക് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? അക്കാഡമിക് പെർഫോമൻസ് പ്രശ്നം ഉണ്ടായിട്ടാണോ, സ്കൂളിലെ പെർഫോമൻസിൻ്റെ പ്രശ്നമാണോ, ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? നമുക്കറിയാം ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട്. ബ്രെയിന് കറക്റ്റായിട്ട് അവർക്ക് മെസ്സേജ് കൊടുക്കാത്ത അല്ലെങ്കിൽ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് അവരുടെ ശരീരം കറക്റ്റായിട്ട് അതിന് പ്രതികരിക്കാത്ത അല്ലെങ്കിൽ ബിഹേവിയർ കറക്റ്റായിട്ട് അതിന് വരാത്ത. അങ്ങനെയാണ് ഈ ഡെവലപ്മെന്റൽ ലേണിംഗ് ഡിസബിലിറ്റി സോൾബാത്തു താലുമുൻ നമാഇയ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പിന്നെ മനസ്സിലായിട്ടുണ്ടാവും ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ വളരെ ഡീപ്പിലേക്ക് പോയിട്ടുള്ള കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ളുണ്ട്. അതിന് പുറമേ ഉള്ള ബാക്കിയുള്ള എന്താണ് ഒരു എബവ് 96% ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ഒരേ പാറ്റേണിൽ നമ്മൾ പഠിച്ച പാഠഭാഗത്ത് നിന്ന് മാത്രമാണ് വന്നിട്ടുള്ളത്. അത് തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റ് പ്രാക്ടീസ് ചെയ്യുക. എത്രത്തോളം ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ അടുക്കുന്നുവോ അത്രത്തോളം നമുക്ക് കൂടുതലായിട്ടും എന്ത് ചെയ്യാണ് അതുമായിട്ട് ഐഡിയാസ് കിട്ടുകയാണ് ചെയ്യുക. പിന്നെ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ ജസ്റ്റ് ആൻസർ മാത്രം നോക്കി പോകരുത്. ഏത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്തും ഏതാണ് ആൻസർ, എന്തുകൊണ്ട് മറ്റുള്ളവ ആൻസറായി വന്നിട്ടില്ല മുതലായ കാര്യങ്ങൾ കൃത്യമായി നോട്ട് ചെയ്തിട്ട് പോകണം. എന്നാൽ മാത്രമേ നമുക്ക് പിന്നെ നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റുള്ളൂ. എല്ലാവർക്കും നന്നായിട്ട് എക്സാമൊക്കെ എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു.